അപ്പോൾ പ്രിയമുള്ള കുട്ടികളെ നമസ്കാരം. നമസ്കാരം. നിങ്ങൾക്കൊരു മുഖവരയുടെ ആവശ്യമില്ല SKN എന്ന് പറയുന്നത് അല്ലേ? ഒരു ഇവരുടെ കുറച്ച് ഊർജം പോയോ അവരുടെ ഊർജ്ജമോ സാറ്? നിങ്ങളുടെ കുട്ടികളെ സാറ് കുട്ടികൾ നിങ്ങളുടെ ഊർജ്ജം ഒന്ന് കാണിച്ചു കൊടുക്കണ്ടേ? ആ കുട്ടികളെ വിളിച്ചാൽ നിങ്ങൾ എന്തുവാ കുട്ടികളെ ഒരു ഊർജ്ജം ഒന്ന് കാണിച്ചു കൊടുത്തേ. ആ ആ അപ്പോൾ നന്നായി. ഞാൻ വിചാരിച്ചു നിങ്ങളൊക്കെ ഈ വെയിലിൻ്റെ ചൂട് കൊണ്ട് ഉറക്കം തൂങ്ങി തുടങ്ങിയായിരിക്കും എന്ന് വിചാരിച്ചു അല്ലേ? ക്ലാസ്സിൽ അധികം ഒച്ച ഉണ്ടാക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ ആ പ്രോട്ടോകോൾ ഫോളോ ചെയ്യാണ്. പ്രോട്ടോകോൾ പാലിച്ചല്ലേ? അതെ. അപ്പോൾ നിങ്ങൾക്കറിയാം, പറഞ്ഞോളൂ സർ. നമ്മുടെ ശ്രീകണ്ഠൻ നായർ സാറ് ശരിക്കും സൈലം 20-ാം തീയതിയാണ് ഈ കച്ചേരിപ്പടി ക്യാമ്പസ് ഓപ്പൺ ചെയ്തത്, റൈറ്റ്? എന്നെ സംബന്ധിച്ച് ഈ സ്ഥലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗസ്റ്റാണ് ശരിക്കും ശ്രീകണ്ഠൻ നായർ സാറ്. ശ്രീകണ്ഠൻ നായർ സാറ് SKN 40 എന്ന് പറയുന്ന പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസം ഞാൻ മനസ്സിൽ ആഗ്രഹിച്ചതാണ് എറണാകുളത്ത് വരുമ്പോൾ ഇവിടെ കൊണ്ടുവരണമെന്ന്. കാര്യം 40 വർഷം മുമ്പ് ഞാൻ 3 വയസ്സുള്ളപ്പം തുടങ്ങിയ കരിയറാണ്. എനിക്ക് 3 വയസ്സ്. ഇന്ന് ആ സാറിൻ്റെ കൂടെ ഇന്ന് സാറിൻ്റെ 40-ാമത്തെ വയസ്സിൽ ഞാൻ ചെയ്ത പ്രോഗ്രാം ഒക്കെ പാളെ കണ്ടുകൊണ്ട് കണ്ടതാ. അതെ. ആസ് എ സെൻട്രേഡ് ഓഫ് സൈലം ഇയർ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ സാറിനെ ഈ ഒരു അവസരത്തിൽ ഇവിടെ എന്ത് ചെയ്യുന്നു, ഇൻവൈറ്റ് ചെയ്യുന്നു. 1, 2 സാർ ഈ വന്നേക്കുന്ന ക്യാമ്പയിൻ, എൻ്റെ മക്കളെ നിങ്ങൾ +2 കഴിഞ്ഞ് നിങ്ങളെല്ലാം ഫ്രീഡം കിട്ടുന്നൊരു അവസ്ഥയിൽ നിൽക്കുന്നൊരു കാലമാണ്, റൈറ്റ്? അടുത്ത നിങ്ങളൊരു പ്രൊഫഷണൽ കോഴ്സിലേക്ക് പോവാം. നിങ്ങൾ ചെന്നെത്താൻ പറ്റുന്ന പ്രൊഫഷണൽ കോഴ്സിൽ ഒത്തിരിയും തരം കൂട്ടുകാർ വരും. ആ കൂട്ടുകാർ ചിലപ്പം ചിരിച്ചുകൊണ്ട് പല സാധനങ്ങൾ തരും, ഒന്ന് രുചിച്ച് നോക്കാനെന്ന് പറഞ്ഞുകൊണ്ട് തരും, റൈറ്റ്? ഏറ്റവും വലിയ കഷ്ടപ്പാടുകൾ കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കഴിഞ്ഞ 1.5 മാസം ന്യൂസ് പേപ്പറിൽ കേട്ടതെല്ലാം എന്താ? പല വിദ്യാർത്ഥികൾ പലരും മാറുന്നു, അച്ഛനമ്മമാരെ കൊല്ലുന്നു, റൈറ്റ്? ഡ്രഗ്സിൻ്റെ ഓവർ അഡിക്ഷൻ കാരണം ഉണ്ടാവുന്നു, റൈറ്റ്? അതിനെക്കുറിച്ചാണ് സാറിൻ്റെ ഈ 40 വർഷം എന്ന് പറയുമ്പം ശരിക്കും നമ്മളെല്ലാം ഭയങ്കര സന്തോഷവാന്മാരാവണം. കാര്യം എന്താ പറയുക, കേരളത്തിൽ ഒരാൾ ഇതിനു വേണ്ടി മുന്നിട്ടിറങ്ങി. എല്ലാ പ്രോഗ്രാമും നിങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. രാഷ്ട്രീയക്കാരെല്ലാം തുടങ്ങിയിരിക്കുന്നത് എവിടെ നിന്നറിയോ? കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്കാണ്, ഒഴുകി അങ്ങ് പോട്ടെന്നുള്ള രീതിയിലാണ്. പക്ഷേ സാർ ഇത് ഉന്നതിയിലേക്കാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു തീരുമാനമാണ്. തിരുവനന്തപുരത്ത് സ്റ്റാർട്ട് ചെയ്ത് എവിടെ അവസാനിക്കുന്നറിയോ? കാസർഗോഡ് അവസാനിക്കുന്നത്, റൈറ്റ്? എന്ന് പറഞ്ഞ കേരളത്തിൻ്റെ അടുത്തൊരു പീരീഡ് ഓഫ് എറ SKN തിരുത്തി മറിക്കും. ഡ്രഗ്സിനെതിരായിട്ടുള്ള ഈ ഒരു ക്യാമ്പയിനിങ് നമ്മളെല്ലാം അതിനോട് ചേർത്തില്ലേ? യെസ്. ഓക്കെ, ഇതേ എന്തോ പറയാൻ വന്നു ഇതിൻ്റെ ഇടയ്ക്ക്. ആൻഡ് വൺ മോർ തിങ്, ലൈക്ക് ഹീ ഈസ് എ വെരി പോസിറ്റീവ് റോൾ മോഡൽ. വി ആർ ഹാപ്പി ടു ഹാവ് ഹിം ഓവർ ഹിയർ. കാരണം ഞാനും അത് ചെറുപ്പത്തിൽ എന്താണ് സാറ് ഡിബേറ്റ്, എത്രാമത്തെ വയസ്സിലാണ് എന്നെ കണ്ടത്? ഞാൻ ഒരു 3. അതെ. കാരണം TV ഉള്ളപ്പോൾ കണ്ണു തുറക്കുമ്പോൾ തൊട്ട് സാറിനെ കാണുന്നുണ്ട്. നമ്മൾ തമ്മിലുള്ള അതെ. ഐ സ്റ്റിൽ റിമെമ്പർ നമ്മൾ മെയിൻലി പഠിക്കേണ്ട ഒരു പോസിറ്റീവ് നേച്ചർ ഉണ്ട്. സാർ എപ്പോഴും ചിരിയോടുകൂടി കാര്യങ്ങൾ എക്സ്ട്രാക്ട് ചെയ്യാൻ പഠിക്കുന്നു. ആൻഡ് ഹീസ് എ വെരി പോസിറ്റീവ് ഇൻഫ്ലുവൻസ് ഓൺ ദി സൊസൈറ്റി. നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഏറ്റവും കൂടുതൽ സൊസൈറ്റിയിൽ വേണ്ടതാണ്. വി നീഡ് പോസിറ്റീവ് റോൾ മോഡൽ സോ ദാറ്റ് വി ക്യാൻ ഫോളോ ആൻഡ് ഗെറ്റ് ഇൻസ്പയർഡ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രതീകം തന്നെയാണ് നിങ്ങളുടെ മുമ്പിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റിയത്. സോ റിയലി ഗ്രേറ്റ്ഫുൾ ഫോർ സർ ടു കം. ഏത് കോഴ്സാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്? ഇവിടെ JEE നീറ്റിൻ്റെ ക്രാഷ് കോഴ്സാണ്. അതിൻ്റെ കൂടെ +2 ട്യൂഷനുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ പ്ലാനിൻ്റെ പരീക്ഷ നടക്കുന്നുണ്ട്. ഇന്ന് +2-ൽ അടുത്ത വർഷം +1-ലേക്ക് കയറാൻ പോകുന്ന കുട്ടികൾക്ക് ഒരു ഓറിയൻറ്റേഷൻ പ്രോഗ്രാം ഇവിടെ പേരൻസിന് നടക്കുന്നുണ്ട്. പേരൻസൊക്കെ വന്നുകൊണ്ടിരിപ്പുണ്ട്. എന്ന് പറഞ്ഞാൽ ശരിക്കും സൈലത്തിൻ്റെ ഒരു വൻ പ്രോഗ്രാമുകൾ നടക്കുന്ന ദിവസം തന്നെയാണ് സാർ ഇന്ന്. ഓക്കെ, സന്തോഷം. അപ്പോൾ നമ്മുടെ ഒരു യാത്രയുടെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ വാർത്താ അവതാരകരെ 2 പേരും കൂടി എനിക്കൊപ്പം ഉണ്ട്. S വിജയകുമാറും അതുപോലെ പ്രവിത ലക്ഷ്മിയും, അതുപോലെ നമ്മുടെ ഒരു ഗവേഷണ ടീം, ഒരു R&D നമ്മോടൊപ്പം സഞ്ചരിക്കുന്നുണ്ട്. ഇതിൻ്റെ കാര്യങ്ങളൊക്കെ തയ്യാറാക്കി മുഖ്യമന്ത്രിക്ക് പ്രതിപക്ഷ നേതാവിൻ്റെ സാന്നിധ്യത്തിൽ റിപ്പോർട്ട് കൊടുക്കാൻ. അതുപോലെ ഒരു 10-75 ആൾക്കാർ സ്റ്റുഡിയോ വിട്ട് ഈ വെയിൽ കൊള്ളാനായിട്ട് നമുക്കൊപ്പം ഉണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മുടെ ഈ യാത്രയെക്കുറിച്ച് 2 വാക്ക് പറയാൻ പ്രമുഖ പ്രഭാഷകൻ ശ്രീ S വിജയകുമാറിനെ ഞാൻ ക്ഷണിക്കുന്നു. താങ്ക് യു SKN. അപ്പോൾ തുടക്കത്തിൽ ആമുഖമായി SKN ചില കാര്യങ്ങൾ സൂചിപ്പിച്ചല്ലോ. അതുതന്നെയാണ് നമ്മൾക്ക് പറയാനുള്ളത്. ലഹരിക്കെതിരായ ഒരു വലിയ ക്യാമ്പയിൻ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ആ ക്യാമ്പയിൻ തുടങ്ങി, അത് ഫലം കണ്ടു തുടങ്ങി എന്നതിൻ്റെ കൂടി ഒരു സന്തോഷം ഞങ്ങൾക്കുണ്ട്. വ്യാപകമായി ഇന്ന് രാവിലെ നമ്മൾ വാർത്ത തുടങ്ങിയത് തന്നെ കൊച്ചിയിൽ നടത്തിയ ഒരു വലിയ ഒരു ഡ്രഗ് വേട്ടയുടെ റിപ്പോർട്ടോടെയാണ്. അപ്പോൾ അത് സംസ്ഥാനത്തൊട്ടാകെ അത് നടക്കുന്നുണ്ട്.
ഇതാ ഇന്നിപ്പോൾ വന്നിരിക്കുന്ന ഒരു കണക്ക് തന്നെ നമ്മളൊരു പക്ഷേ ഒറ്റ കേൾവിയിൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. 2024 ഇന്ത്യയിൽ ആകെ പിടിച്ചത് 25,000 കോടി രൂപയുടെ ഡ്രഗ്സാണ്. 25,000 കോടി എന്ന് വെച്ചാൽ ഒരു പാരലൽ എക്കോണമി അവർ നടത്തുകയാണ്. അപ്പോൾ അത് ഔദ്യോഗികമായി നമുക്ക് പിടികൂടാൻ കഴിഞ്ഞതിൻ്റെ കണക്ക് മാത്രമാണിത്. അപ്പോൾ നമ്മൾ കാണാതെ എത്ര 25,000 എത്ര 50,000 കോടി നമ്മളുടെ ആളുകൾ ഇടയിൽ എത്തിയിട്ടുണ്ടാകാം, അതാരൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാകാം. പിന്നെ നമ്മൾ പിടികൂടിയിട്ട് നമ്മൾ കണ്ണടച്ച് കൊണ്ടുപോക്കോട എന്ന് പറഞ്ഞ് നമ്മുടെ രാഷ്ട്രീയക്കാരോ പോലീസോ നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയോ ഒക്കെ കൊടുത്തു വിട്ടിട്ടുണ്ട് ബാക്കി എത്ര കോടികൾ കാണും. അങ്ങനെ നോക്കുമ്പോൾ അവർ എത്രയോ ലക്ഷം കോടിയുടെ പാരലൽ എക്കോണമി ഇന്ത്യയിൽ നടത്തുന്നുണ്ട്. 422 ബില്യൺ US$ എക്കോണമിയാണത്രേ ലഹരി മാഫിയ ലോകത്താകെ ഓരോ വർഷവും ഓടിക്കുന്നത്. അതിൽ 60% അടുത്ത വർഷത്തെ ഇൻക്രീസ് എന്ന് വെച്ചാൽ ഓരോ വർഷവും 60% കൂടുതലാണ് ഇവരുടെ ലാഭം. അതിനെ നയിക്കുന്നത് നമ്മൾ കാണുന്ന ചെറിയ 1.5 ഗ്രാമിൻ്റെ MDMA നമ്മളുടെ പോലീസോ ഈ പറയുന്ന കസ്റ്റംസോ NCBയോ പിടിക്കുന്ന ക്യാരിയേഴ്സ് അല്ല. ഈ ക്യാരിയേഴ്സിനെ പറ്റി കേട്ടത് അതിൽ പലരും ഉപയോഗിക്കുന്നവരല്ലത്രേ, അവരവരുടെ പണം ഉണ്ടാക്കാൻ വേണ്ടി ഇത് കൊണ്ട് വിൽക്കുന്ന ആളുകൾ ആണത്രേ. അപ്പോൾ അതിൽ ഉപയോഗിക്കുന്നവർ കുറവാണ്. അപ്പോൾ അവരിത് കൊണ്ട് കൊടുക്കുന്നത് ആർക്കാണ്? അവരിലേക്ക് എത്തിക്കുന്ന വലിയ വലിയ കണ്ണികളാണ്. ഇതൊന്നും നമുക്കറിയില്ല. അപ്പോൾ അവരിലേക്കൊന്നും അന്വേഷണമേ പോകാറില്ല. പലപ്പോഴും ഈ പിടികൂടുന്ന 2-3 പേരിൽ ഈ അന്വേഷണമൊക്കെ ഒതുങ്ങുകയാണ്. എൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്ന സംവിധാനം അങ്ങനെ അവരിലേക്കൊന്നും എത്തുന്നില്ല. അപ്പോൾ ഇക്കാര്യത്തിൽ ഒരു ബോധവൽക്കരണം എന്ന് പറയുന്നതിനകത്ത് വലിയ അർത്ഥമില്ല. കാരണം വെച്ചാൽ എല്ലാവർക്കും അറിയാം ഇത് ഉപയോഗിച്ചാൽ നമ്മൾ ഇല്ലാതാവും. SKN തന്നെ എല്ലാ വേദിയിലും പറയാനുണ്ട്, 7 മുതൽ 10 വർഷം കൊണ്ട് ഒരു ഡ്രഗ്സിന് അഡിക്റ്റായ ഒരാൾ മരിച്ചു പോകും. മരണം എന്ന് പറയുന്നത് തന്നെ അങ്ങേയറ്റം ഭയാനകമായ മരണമാണ്. അയാളുടെ ജീവിതത്തിലെ മുഴുവൻ നരകവും അനുഭവിച്ചിട്ടാണ് അയാൾ മരിച്ചു പോകുന്നത്. അപ്പോൾ അത്രയും കടുത്ത യാതനകൾ അനുഭവിച്ച് 10 വർഷം കൊണ്ട് മരിച്ചു പോകും. ഉപയോഗിച്ച് തുടങ്ങിയാൽ 10 വർഷം കൊണ്ട് മരിച്ചു പോകുന്ന ഒരാൾ, ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ എന്നിട്ടും നമ്മളിൽ പലരും അതിന് അഡിക്റ്റ് ആകുന്നു, അത് ശീലമാകുന്നു. ഇപ്പോൾ പലരും ഇത് അവരുടെ പ്ലഷർ ടൈമിൽ ഉപയോഗിക്കുന്നു എന്ന മട്ടിൽ ഇതിലിപ്പോൾ എന്താ വലിയ കുഴപ്പം, അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നവർ പോലും ഉണ്ട് എന്നാണ് ഈ പലരും പറയുന്നത്. അപ്പോൾ അത്തരമൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപകടകരമായ ഒരു ലോക വ്യവസ്ഥയാണ് ഈ ഡ്രഗ്സ് മാഫിയ നമ്മുടെ ലോകത്തുണ്ടാക്കിയിരിക്കുന്നത്. അവർക്ക് പുതിയ ഗവൺമെൻറ്റുകളെ സൃഷ്ടിക്കാൻ കഴിയും, നിലവിലുള്ള ഗവൺമെൻറ്റുകളെ ഇല്ലാതാക്കാൻ കഴിയും. കൊളംബിയൻ കാർട്ടലുകൾ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? അവരുടെ പ്രവർത്തനങ്ങളെ പറ്റിയൊക്കെ നമുക്ക് ഗൂഗിളിൽ നോക്കിയാൽ വളരെ രസമാണ് ഇവരുടെ പ്രവർത്തനം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അതുപോലെ എന്താണ് മറ്റേ ഒനിയൻ സോഫ്റ്റ്വെയർ, ഇതൊക്കെ 2017 ഒനിയൻ സോഫ്റ്റ്വെയറിനെ പറ്റി നമ്മളുടെ രഹസ്യാന്വേഷണ വിഭാഗം റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് RW കണ്ടുപിടിച്ചത്. നമുക്ക് ഡീകോഡ് ചെയ്യാൻ കഴിയാത്ത സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഓൺലൈനിൽ ലഹരി വിൽക്കുന്ന ഈ ഒനിയൻ സോഫ്റ്റ്വെയറിനെ പറ്റിയൊക്കെ പുതിയ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ കണ്ണ് തള്ളിപ്പോവാണ്. നമ്മുടെ നമ്മൾ ഇൻ്റലിജൻസ് ബ്യൂറോയ്ക്കൊന്നും ഡീകോഡ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള സംവിധാനങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതിസങ്കീർണമാണ് നമ്മളുടെ ലോകവ്യവസ്ഥ, അതിസങ്കീർണമാണ് അവരുടെ പ്രവർത്തനങ്ങൾ. നമുക്ക് അവരിലേക്ക് എത്താൻ എളുപ്പമല്ല. പക്ഷേ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ ചുറ്റുപാടുകളിൽ ഇത്തരം സംഗതികൾ കൊണ്ടുവരുന്നില്ല, അങ്ങനെയുള്ളവരില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. നമ്മളുടെ വീടുകളിൽ അവരെത്തുന്നില്ല, നമ്മളുടെ ക്യാമ്പസുകളിൽ എത്തുന്നില്ല, സ്കൂളുകളിൽ എത്തുന്നില്ല, കോളേജുകളിൽ എത്തുന്നില്ല, നമ്മുടെ വിപണിയിൽ എത്തുന്നില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയണം. അതിന് എല്ലാവരോടും പറയുക, ഇതിൻ്റെ പ്രശ്നങ്ങളെപ്പറ്റി പറയുക, ഇത് നമ്മളുടെ ഇടയിൽ എത്തുന്നില്ലെന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയണം. അതിന് ഒരു സന്ദേശമാണ് ഈ യാത്ര. അത് എല്ലാവരും ഏറ്റെടുക്കുന്നു എന്നതാണ് ഞങ്ങളെ സംബന്ധിച്ച് വലിയ സന്തോഷം. അത് ഇനിയിപ്പോൾ സർക്കാർ ഇതുവരെ പിടികൂടാൻ കഴിയുന്നില്ലെങ്കിൽ, അതിന് ശ്രമിക്കുന്നില്ലെങ്കിൽ, ഞങ്ങൾ നിരന്തരമായി ഞങ്ങളുടെ ഒരു ഫോളോ അപ്പ് ഉണ്ടാകും, സർക്കാരിനെ കൊണ്ട് ആക്ട് ചെയ്യിക്കും. അതാണ് ഞങ്ങൾക്ക് നൽകാൻ കഴിയുന്ന ഒരു ഉറപ്പ്. അതിന് എല്ലാവരുടെയും പിന്തുണ, ഒരു ജനകീയ പ്രതിരോധമാണ് ഉയർന്നു വരേണ്ടത്. എല്ലായിടത്തും നമ്മളൊരു ജാഗ്രതാ സമിതി കണക്കെ നമ്മൾ വളരെ ആക്റ്റീവായി നിൽക്കണം. അത്തരം ശക്തികൾക്കെതിരെയുള്ള വലിയ പോരാട്ടം നടത്തണം. അപ്പോൾ ആ പോരാട്ടത്തിൽ നിങ്ങളെല്ലാവരും ആരാണ്? ഓരോ പടയാളികളാണ്. അപ്പോൾ ഞങ്ങൾ ചെല്ലുന്ന എല്ലായിടത്തും ഡ്രഗ്സിനെതിരെ അവിടെ ഓരോരുത്തരെയും ഓരോ പടയാളികളായി കണ്ടുകൊണ്ടാണ് ഞങ്ങളുടെ യാത്ര തുടരുന്നത്. അപ്പോൾ നിങ്ങളെ കാണുമ്പോഴും നിങ്ങളുടെ പോസിറ്റീവായ റിയാക്ഷനും ഞങ്ങൾക്ക് തരുന്ന ഊർജ്ജം ചെറുതല്ല. അപ്പോൾ ഞങ്ങൾ ആ ഊർജ്ജത്തോടെയാണ് അടുത്ത സ്ഥലത്തേക്ക് പോകുന്നത്. ഈ സ്നേഹത്തിനും പിന്തുണയ്ക്കും സ്വീകരണത്തിനുമൊക്കെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. നമസ്കാരം. ഓക്കെ, നമ്മുടെ വാർത്താ അവതാരക പ്രവിതലക്ഷ്മി എന്തെങ്കിലും പറയുന്നുണ്ടോ? ഗുഡ് ആഫ്റ്റർനൂൺ മൈ ഡിയർ ഫ്രണ്ട്സ്. നല്ല എനർജി ഇല്ലല്ലോ, കുറച്ചും കൂടി എനർജി വരട്ടെ. അപ്പോൾ നിങ്ങളെല്ലാവരും +2 കഴിഞ്ഞിട്ട് അടുത്ത ലെവലിലേക്ക് പോകാൻ, അതായത് ഒരു പ്രൊഫഷണൽ മേഖലയിലേക്ക് കടക്കാനായിട്ട് നിൽക്കുന്ന കുട്ടികളാണ്.
അപ്പോൾ ഈ +2 വരെയുള്ള നിങ്ങളുടെ ഈ ലൈഫ് പോലെ ആയിരിക്കില്ല ഇനി അങ്ങോട്ടുള്ള ലൈഫ്. നിങ്ങൾക്ക് കുറച്ചും കൂടി ഫ്രീഡം. ഇത്രയും +2 വരെ സ്കൂളെന്ന് പറയുന്നത് വളരെ എപ്പോഴും നമ്മളിങ്ങനെ നോട്ടീസ് ചെയ്യപ്പെടുന്ന ഒരു പ്രായത്തിലൂടെയാണ് നിങ്ങൾ കടന്നുപോയത്. പക്ഷെ അതുപോലെ അല്ല കോളേജ് ലൈഫ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കുറച്ചും കൂടി ഫ്രീഡം കിട്ടും, നിങ്ങൾ കുറച്ചും കൂടി എക്സ്പ്ലോർ ചെയ്യും, നിങ്ങൾ തന്നെ നോക്കേണ്ടി വരുന്ന പ്രായമാണ്. കാരണം നിങ്ങൾ ഹോസ്റ്റലിൽ പഠിക്കാൻ പോകും. ഇപ്പോൾ നിങ്ങൾ എൻട്രൻസിനൊക്കെ പഠിക്കാൻ വന്നിട്ടുള്ള കുട്ടികളല്ലേ, അപ്പോൾ നിങ്ങൾ എംബീഷ്യസ് ആയിട്ടുള്ള ആളുകളാണ്. നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടാകും. ഇപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ലക്ഷ്യമില്ലെങ്കിൽ പോലും നിങ്ങൾ ഈ എൻട്രൻസ് കോച്ചിങ്ങിന് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഇന്ന റാങ്കിനുള്ളിൽ വന്നാലേ നിങ്ങൾക്ക് ആ ഒരു ലെവലിൽ നിങ്ങൾ വിചാരിക്കുന്നിടത്ത് അഡ്മിഷൻ കിട്ടുമെന്നല്ലേ. പറയുന്നത് പോലെ തന്നെയാണ് നിങ്ങൾ ഇനി സ്കൂളിൽ നിന്ന് കോളേജിലേക്ക് ചെല്ലുമ്പോൾ അവിടെ നിങ്ങൾക്ക് ഒരുപാട് പുതിയ ലോകം തുറക്കുകയാണ്, പുതിയൊരു വാതിൽ തുറക്കുകയാണ്. അവിടെ നിങ്ങളെ കാണാൻ ഒരുപാട് തരത്തിലുള്ള ആളുകളുണ്ടാവും. നല്ലവരുണ്ടാവും, മോശം ആളുകളുണ്ടാവും. പക്ഷേ ഇതിനെ രണ്ടും നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. അപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? നിങ്ങൾക്ക് നിങ്ങളുടെ എയിം എന്താണോ അതിനെ ഉദ്ദേശിച്ച് തന്നെ മുന്നോട്ട് പോകാമെന്നുള്ളതാണ് പറയാനുള്ളത്. കാരണം നിങ്ങൾ ഇൻ കേസ് ഏതെങ്കിലും തരത്തിൽ ഈ ലഹരിയുടെയോ അല്ലെങ്കിൽ ഇപ്പോൾ ലഹരി എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന സിന്തറ്റിക് ഡ്രഗ്സോ അല്ലെങ്കിൽ ഈ കഞ്ചാവോ മാത്രമല്ല കേട്ടോ. നമ്മൾ പറയുന്ന ആൽക്കഹോളും ഈസ് എ കൈൻഡ് ഓഫ് ലഹരി അല്ലേ. ആൽക്കഹോൾ ഇപ്പം ഉപയോഗിക്കുന്ന ആരെങ്കിലും ഇപ്പോൾ കോളേജ് ടൈമിലൊക്കെ കയറുമ്പോൾ, പ്രത്യേകിച്ച് ബോയ്സും ഗേൾസും തമ്മിൽ ഇപ്പോൾ ഒരു വ്യത്യാസവും ഇല്ല. ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ഒരുമിച്ചാണ് പാർട്ടി നടത്തുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം വിചാരിക്കാം ഒരു രസമല്ലേ, ഒരു റിലാക്സേഷൻ അല്ലേ എന്നൊക്കെ പലരും പറഞ്ഞ് നിങ്ങളെ വിശ്വസിപ്പിക്കും. പക്ഷേ ഒന്ന് അതിലേക്ക് വീണ് പോയി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് അതിൽ നിന്ന് തിരിച്ചു പോരുക എന്ന് പറയുന്നത് ഒട്ടും എളുപ്പമുള്ള കാര്യമായിരിക്കില്ല. നിങ്ങൾ പിന്നീട് ഇപ്പം ഒരു എക്സാം മിസ് ചെയ്താൽ കുഴപ്പമില്ല, 2 എക്സാം മിസ് ചെയ്താൽ കുഴപ്പമില്ല എന്ന് വിചാരിക്കും. പക്ഷേ അതിനനുസരിച്ച് നിങ്ങളുടെ ഓരോ തരത്തിലുള്ള നിങ്ങളുടെ പഠനവും പ്രവർത്തനവും ഒക്കെ പുറകിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരിക്കൽ പോലും ഇതിൻ്റെ പിടിയിലേക്ക് വീഴാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. പ്രത്യേകിച്ച് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, നിങ്ങളൊക്കെ എന്ന് പറയുന്നത് ഇനി പഠിച്ചങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ ഇന്ത്യയുടെ ഭാവി വാഗ്ദാനങ്ങളാണ് അല്ലേ? ഉറപ്പില്ലേ? അപ്പോൾ നിങ്ങൾ എന്തായാലും ഭാവി വാഗ്ദാനങ്ങളാണ്. നിങ്ങളിലൂടെ വേണം ഈ പറയുന്ന ഈ വലിയ വിപത്തിനെ, ആ ചങ്ങലയെ നമുക്ക് പൊട്ടിച്ച് എറിയാൻ. അപ്പം അതിൻ്റെ ആ ഒരു ദൗത്യവുമായിട്ടാണ് ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത്. ഇപ്പം SKN ഈ മേഖലയിൽ വന്നിട്ട് 40 വർഷമായി. ഇപ്പം നിങ്ങളൊക്കെ കണ്ണു തുറന്നത് മുതൽ ഇപ്പം മലയാളം TV ചാനൽ കണ്ടിട്ടുള്ളവർക്ക് അറിയാം, SKN നിങ്ങൾ അന്ന് മുതലേ കണ്ടിട്ടുണ്ടാവും. അന്ന് മുതൽ പ്രവർത്തിക്കുന്ന, അന്ന് മുതലേ ഉള്ള കാര്യങ്ങളെല്ലാം അറിയുന്ന SKN അദ്ദേഹത്തിൻ്റെ 40 വർഷം ഇപ്പോൾ ആഘോഷിക്കുകയല്ല, മറിച്ച് അതൊരു പ്രചാരണത്തിനായി, പ്രത്യേകിച്ച് ലഹരിക്കെതിരായിട്ടുള്ള ഒരു പ്രചാരണത്തിനായി ഉപയോഗപ്പെടുത്തുകയാണ്. അപ്പോൾ അതിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങളൊന്ന് വിചാരിച്ചാൽ മാത്രം മതി. എത്രത്തോളം സീരിയസ് ആണ് ഈ കണ്ടീഷൻ എന്നുള്ളത് മാത്രം മതി. ഇപ്പം എനിക്ക് തോന്നുന്നു നിങ്ങൾ എല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളല്ലേ അല്ലേ? സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഇല്ലേ? ഉണ്ടോ? ഇല്ലേ? ഉണ്ടെന്നും ഇല്ലെന്നും പറയുന്നുണ്ട്. അപ്പം എന്തായാലും മിക്സഡ് റെസ്പോൺസ് ആണ്. കുഴപ്പമില്ല. എന്തായാലും സോഷ്യൽ മീഡിയയെക്കുറിച്ച് അവെയർ ആയിരിക്കും നിങ്ങൾ. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? ഇപ്പോൾ നമ്മുടെ ഫ്രീ ടൈം, പണ്ടൊക്കെ ഫ്രീ ടൈം നിങ്ങളുടെയൊക്കെ ചെറുപ്പത്തിലെ ഒന്ന് ആലോചിച്ച് നോക്കും. ഫ്രീ ടൈം എന്ന് പറയുന്നത് നിങ്ങൾക്ക് മൊബൈലായിരുന്നോ എന്നുള്ളത്. ഇപ്പം നമ്മുടെ ഫ്രീ ടൈം എന്താണ്? മൊബൈലാണ്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മളൊരു പുസ്തകം വായിക്കുകയോ അല്ലെങ്കിൽ ആരുടെങ്കിലും സംസാരിക്കാൻ പോവോ ഒന്നും അല്ല ചെയ്യുന്നത്. ചാറ്റ് ചെയ്യുക അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിരിക്കുക എന്നുള്ള കാര്യങ്ങളിലേക്കാണ് കിടക്കുന്നത്. നിങ്ങളുടെ ആ എനർജി കൂടി മറ്റൊരു തരത്തിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ രാവിലെ ക്രിക്കറ്റ് ക്ലബ്ബിൽ പോയി, തൃപ്പൂണിത്തുറ ക്രിക്കറ്റ് ക്ലബ്ബിൽ, അവിടെ ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു റിലാക്സേഷനാണ്, ബോത്ത് ഫിസിക്കലി ആൻഡ് മെൻ്റലി നിങ്ങൾക്ക് കിട്ടുന്ന റിലാക്സേഷൻ. അത് വേറൊരു എനർജി ആയിരിക്കും നിങ്ങൾക്ക് തരിക. നമ്മുടെ സ്ക്രീൻ ടൈം കൂടുന്നതനുസരിച്ച് നമ്മുടെ കണ്ണിന് പ്രശ്നം വരും, നമ്മുടെ മെൻ്റൽ ഇഷ്യൂസ് അതുമായി ബന്ധപ്പെട്ടുണ്ടാവും. അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ സോഷ്യൽ മീഡിയയും ഒപ്പം തന്നെ ഈ ഇത്തരത്തിലുള്ള കണ്ണികളുമൊക്കെ ആയിട്ട് ഒരുപാട് ബന്ധമുണ്ട്. പലരും നിങ്ങൾക്ക് അറിയാത്ത അക്കൗണ്ടുകളിൽ നിന്നൊക്കെ മെസ്സേജ് വരും, ഒരു രസത്തിനൊക്കെ തുടങ്ങും. ഓൾവേസ് നിങ്ങൾ വിചാരിക്കണം, നമുക്ക് നേരിട്ട് കാണുന്ന ആളുകളെ തന്നെ പലപ്പോഴും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പം എവിടെയോ ഇരുന്ന് ചാറ്റ് ചെയ്യുന്ന, എവിടെയോ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ പറയുന്ന, ചിലപ്പോൾ ഈ ലഹരിയുടെയൊക്കെ കണ്ണിയാകാൻ സാധ്യതയുള്ള ആളുകളുമായിട്ടൊക്കെ സമ്പർക്കം പുലർത്താതിരിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഭാവി എപ്പോഴും നിങ്ങളുടെ കയ്യിൽ തന്നെയാണെന്ന് തന്നെ വിചാരിക്കുക. കാരണം അച്ഛനും അമ്മയ്ക്കും ഒക്കെ കുറച്ചൊക്കെ ചെയ്തു തരാൻ പറ്റുള്ളൂ. നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ തന്നെ നോക്കണം മക്കളെ. അപ്പോൾ റെഡിയല്ലേ? അപ്പോൾ നമുക്ക് എന്താണെങ്കിലും ഈ ലഹരിയുടെ ചങ്ങല പൊട്ടിച്ചെറിഞ്ഞേ മതിയാകും. ഓക്കെ, റെഡി? താങ്ക് യു. SKN എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക് ഒരു പ്രോഗ്രാം നടത്തുന്നുണ്ട് അല്ലേ? അന്നേരം നിങ്ങളൊക്കെ അയക്കുന്ന മെസ്സേജുകൾ ഒന്ന്, ഇന്ന് അവധിയുണ്ടോ, മഴയുണ്ടോ, റൈറ്റ്? അന്നേരം ചിരിച്ചുകൊണ്ട് രാവിലെ SKN എടുക്കുന്ന സമയത്ത് SKN എണ്ണിച്ച് വരുന്ന ആ ഫ്രഷ്നെസ്സിന്
ഏറ്റവും വലിയ കാരണക്കാരൻ ശരിക്കും മാമാണ്. മാമിനെ ഇൻവൈറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. മാമ എഴുന്നേൽക്കുമ്പോൾ ഞാൻ കിടക്കും. സാറിൻ്റെ ശ്രീമതിയാണ്, മാമും ഉണ്ട് നമ്മുടെ കൂടെ. മാമിനെയും കൂടെ ഒന്ന് ഇൻവൈറ്റ് ചെയ്യാണ്. എല്ലാവർക്കും ഒരു ക്ലാപ്പ് കൊടുത്ത് മാമിനെ ഇൻവൈറ്റ് ചെയ്യാം. യെസ്, കാര്യം എല്ലാ സന്തോഷമായ ഒരു ആണിൻ്റെ പിന്നിൽ ഒരു സ്ത്രീ ഉണ്ടെന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ? അത് അമ്മയാവാം, ഭാര്യയാവാം, മകളാവാം. ആ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു സാറ് ശരിക്കും ഭാഗ്യവാനാണ്. താങ്ക് യു സർ. സാറിന് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ഒന്ന് ഉറക്കെ കൈ അടിക്കാൻ മേഡം എന്നോട് പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ നടത്തുന്ന ഒരു യാത്ര അത് എത്ര ദിവസമായി വിജയ? 15-ാം ദിവസത്തിലേക്ക് കടന്നു. നമ്മൾ 7 ജില്ലകളിൽ, ഇന്ന് എറണാകുളം ജില്ലയിലെ അവസാന ദിവസമാണ്, 3-ാം ദിവസത്തെ പര്യടനമാണ്. ഇനി നമ്മൾ തൃശ്ശൂർ ജില്ലയിലേക്ക് കയറും. അപ്പോൾ നമ്മളിങ്ങനെ അത്യാവശ്യം നല്ല വെയിലൊക്കെ കൊണ്ട് നമ്മളിങ്ങനെ കോട്ടയത്തെ സൈലത്തിൻ്റെ ഓഫീസിലൊക്കെ ഞങ്ങൾ പോയിരുന്നു. വളരെ ആവേശകരമായിട്ട് കുട്ടികൾ നമ്മളോടൊപ്പം പ്രതികരിച്ചു. അതിലൊക്കെ വളരെ സന്തോഷം. സൈലം ഇനി ചിലപ്പോൾ കോഴിക്കോട് നമ്മൾ സൈലത്തിൽ ചിലപ്പം പോയിന്ന് വരും. അപ്പോൾ മാത്രമല്ല, നമ്മൾ ഇതെന്തുകൊണ്ടാണ് സൈലം പോലെയുള്ള സ്ഥലങ്ങൾ നമ്മൾ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ലഹരി, ഈ രാസലഹരി പ്രത്യേകിച്ച് ആക്രമിക്കാൻ ശ്രമിക്കുന്നത്, ഇതിൻ്റെ ആളുകളെല്ലാം, ഇത് പ്രചരിപ്പിക്കുന്ന ആളുകളെല്ലാം ആക്രമിക്കുന്നത് ചെറിയ കുട്ടികളെയും അതേപോലെ നിങ്ങളുടെ പ്രായത്തിലൊക്കെ ഉള്ള ആളുകളെയുമാണ്. അപ്പം ഞങ്ങൾ ആദ്യം ചെറിയൊരു പ്രചാരണ പരിപാടിയായിട്ടാണ് നമ്മൾ തുടങ്ങിയത്. പക്ഷേ ഓരോ ജില്ല കടക്കുമ്പോഴും, ഇപ്പോൾ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ടയൊക്കെ 2-3 ജില്ല കടന്നപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി കേരളത്തിലെ ഇത് വല്ലാതെ ചൂഴ്ന്നു നിൽക്കുന്ന ഒരു അപകടകരമായ സ്ഥിതിയുണ്ട്. അപ്പോൾ ഈ സ്ഥിതി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഈ രാസലഹരി, ഇപ്പോൾ കൊക്കൈൻ അല്ലെങ്കിൽ ബ്രൗൺ ഷുഗർ അല്ലെങ്കിൽ കഞ്ചാവ്, അതല്ലെങ്കിൽ MDMA, ഇതിൽ ഈ MDMA പോലുള്ള മാരകമായ ലഹരി സ്വാധീനിക്കാത്ത ഒരു പഞ്ചായത്ത് പോലും ഇന്ന് കേരളത്തിലില്ല എന്നുള്ളത് നമ്മളെ വല്ലാതെ അമ്പരപ്പിക്കുന്നു. നമ്മുടെ 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് പോലും MDMAക്കുമൊക്കെ രാസലഹരി, സിന്തറ്റിക് ലഹരിക്ക് അഡിക്റ്റ് ആകുന്നു എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വിശ്വസിക്കാൻ കഴിയുന്നില്ല. അല്പം മുമ്പ് നമ്മളുടെ ഡോക്ടർ ജോസഫ് എന്ന് പറഞ്ഞിട്ട് ലിസി ആശുപത്രിയിലെ കാർഡിയോളജിസ്റ്റ് നമ്മുടെ പരിപാടിയിൽ ഈ മോർണിംഗ് ഷോയിൽ പങ്കെടുത്തിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഞാൻ ചോദിച്ചു, കാരണം അദ്ദേഹത്തിൻ്റെ പത്നി ഡോക്ടർ ദയ അറിയപ്പെട്ട ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന, തൃശ്ശൂരെ മനോരോഗാലയത്തിൽ വർക്ക് ചെയ്യുന്ന സൈക്കാട്രിസ്റ്റാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഒരു സൈക്കാട്രിസ്റ്റും കാർഡിയോളജിസ്റ്റും ഒരു വീട്ടിലായതുകൊണ്ട് അദ്ദേഹം സൈക്കാട്രിയെക്കുറിച്ചും കൂടുതൽ കാര്യങ്ങൾ അറിയുന്ന ആളാണല്ലോ. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, ഈ ഒരു മനോരോഗിയും, അതായത് മാനസികമായി സമനില തെറ്റിയ ഒരാളും ഈ രാസലഹരി ഉപയോഗിച്ച ഒരാളും തമ്മിൽ ഉള്ള ബന്ധത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഈ MDMA പോലുള്ള രാസലഹരി ഉപയോഗിക്കുന്ന ആൾ രോഗി തന്നെയാണ്, അയാൾക്ക് ഹൃദ്രോഗം വരുമെന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ കൂടി അദ്ദേഹം നടത്തുകയുണ്ടായി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ വിദഗ്ധരോടൊക്കെ സംസാരിക്കുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന സൂചനകൾ എന്ന് പറയുന്നത്, ഒരു നല്ല ക്വാളിറ്റി ലൈഫ് ഒരു 85-90 കൊല്ലക്കാലം നയിക്കേണ്ട ഒരാൾ 7-ാം കൊല്ലത്തിൽ കാഞ്ഞു പോകുന്ന അത്ഭുത പരിപാടിയാണ് ഈ സിന്തറ്റിക് ലഹരിയുടേത്. 7 മുതൽ 12 കൊല്ലം വരുമ്പോൾ കോലം തെറ്റി, ആകൃതി തെറ്റി, ഷേപ്പ് തെറ്റി, ഒരു വല്ലാത്ത രീതി, എന്ത് കണ്ടാലും ഭീതി, ഭയപ്പാട്, മാത്രമല്ല വല്ലാത്ത ഹാലുസിനേഷൻസ്, കിടന്നാൽ ഉറക്കം വരുന്നില്ല, ആരോ കൊല്ലാൻ വരും തോന്നുക, അവർ കൊല്ലണമെന്ന് തോന്നുക, കണ്ണുകൾ പുറത്തേക്ക് ഉന്തി വരും. യഥാർത്ഥത്തിലൊരു മാനസിക രോഗം ബാധിച്ച ആളെക്കാളും ഏറ്റവും അപകടകരമായ ഷേപ്പിലേക്ക് ഇയാൾ മാറും. പിന്നീട് ഇയാൾക്ക് ഏറ്റവും ഈ വിഷമങ്ങളെല്ലാം അനുഭവിച്ച് സ്വന്തം ബന്ധുജനങ്ങളാലെല്ലാം വെറുക്കപ്പെട്ട് ഏതെങ്കിലും ആശുപത്രി സെല്ലിൻ്റെ മൂലയിലേക്ക് തളയ്ക്കപ്പെടുന്ന ഒരു സ്ഥിതി അവർ സംജാതമാക്കും. പിന്നെ ഒരു ഗുണമുണ്ട്, നമുക്ക് പിന്നെ അമ്മയെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റില്ല, നമുക്ക് സഹോദരിയെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റില്ല, ആരെ ആയാലും പ്രതികാരം ചെയ്യണം എന്നുള്ള ഒരു തോന്നലാണ്. നമുക്കറിയേണ്ടത്, ഈ ഇങ്ങനെയുള്ള ആളുകൾ, നമ്മൾക്ക് ഒരു മനോരോഗം നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തുകയാണ്. ഇത് ഞാൻ പറയാൻ കാരണം, ഹോമിസൈഡൽ മാനിയ എന്ന് പറയുന്ന ഒരു രോഗമുണ്ട്. അവരുടെ കൊലപാതക പ്രണയം എന്ന് അതിനെ മലയാളത്തിൽ വിശേഷിപ്പിക്കുന്നത്. അതായത് നമുക്ക് മുന്നിൽ കാണുന്നവരെയൊക്കെ ഇങ്ങനെ കുത്തി കൊല്ലണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ ഭയങ്കര അപകടകാരികളാണ്. ഇവരെ സോളിറ്ററി സെല്ലിലാണ് മനോരോഗാലയങ്ങൾ സാധാരണ ഇടുന്നത്. കാരണം ഇവരെ ആരെങ്കിലും കൂടിയിട്ട് അവരെ കൊല്ലും ഇവർ. അപ്പോൾ കൊലപാതകമാണ് ഇവരുടെ പ്രണയം എന്ന് പറയുന്നത്. അവർക്ക് താല്പര്യം, ആ ലഹരി കൊലപാതകമാണ്. അപ്പോൾ ഈ രോഗികൾക്കും, അതായത് രാസലഹരി ഉപയോഗിക്കുന്ന ആളുകൾക്കും സ്ലോലി ഹോമിസൈഡൽ മാനിയ ഉള്ളതുപോലെ ആളുകൾക്ക് തോന്നും. അപ്പോൾ കൺമുമ്പിൽ അമ്മ നിന്നാലും അമ്മയുടെ പള്ളയ്ക്ക് കത്തി കയറ്റണം തോന്നും, അച്ഛൻ നിന്നാലും അച്ഛൻ്റെ നെഞ്ചിൽ കുത്തിയിറക്കണം തോന്നും, അതുപോലെ ഒരാൾ ഉറങ്ങിക്കിടന്നാൽ കഴുത്തി ഞെരിച്ച് കൊലപ്പെടുത്തണം തോന്നും. ഇങ്ങനെയുള്ള പ്രവണതകൾ പോലും പ്രകടിപ്പിക്കുന്ന മനോനില തെറ്റിയ ഒരാളാണ് ഈ രാസലഹരി ഉപയോഗിക്കുന്ന വ്യക്തി. അപ്പോൾ നമുക്കങ്ങനെ
ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും അപകടകരമായ അവസ്ഥ എന്താണ്? അയാൾ ചെയ്യുന്നത് എന്തെന്ന് അയാൾ അറിയാതെ പോവുക. നിങ്ങൾക്കറിയുമെന്നറിയില്ല, നമുക്ക് മാനസിക രോഗം ബാധിക്കുന്നതൊക്കെ യഥാർത്ഥത്തിൽ നമ്മുടെ കുഴപ്പം കൊണ്ടല്ല, വേറെ ഏത് രോഗം ബാധിക്കുന്ന പോലെയാണ് മനസ്സിന് ഇത്തരം രോഗം ബാധിക്കുന്നത്. നമ്മുടെ ജീൻ ഫാക്ടറുമായി ബന്ധപ്പെട്ടൊരു സാധനമാണത്. ഏതെങ്കിലും തലമുറയിൽ ഈ ജീനിനകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആ തലമുറയിൽപ്പെട്ട ആളുകൾക്കോ അടുത്ത തലമുറയ്ക്കോ ഒക്കെ മാനസിക രോഗം വന്നുവെന്ന് വരും. നമ്മൾ സാധാരണഗതിയിൽ മാനസിക രോഗം വന്നാൽ ഇതിന് മാർക്കറ്റിൽ മെഡിസിൻ അവൈലബിൾ ആണ്, ഇതിൻ്റെ തീവ്രത നമ്മൾ കുറച്ച് നിർത്തും. പക്ഷേ അതിനെ പലപ്പോഴും വേരോടെ പിഴുതെറിയാൻ കഴിയില്ല. എന്നാൽ നമ്മൾ സ്വന്തമായി തിരഞ്ഞെടുക്കുന്ന വഴിയാണ് ഈ സിന്തറ്റിക് ലഹരിയുടേത്. നമ്മളോട് അവർ പറഞ്ഞു തരും, ഇത് കഴിച്ചാൽ നിങ്ങൾക്ക് വേറൊരു ഉന്മാദ ലോകത്തെത്താം. ഇതിന് എക്സ്റ്റസി എന്ന് പേരുണ്ടെന്നും നമ്മുടെ ഗവേഷകൻ എന്നോട് പറയുകയുണ്ടായി. അപ്പം ചെറുപ്പക്കാരോട് പറയുന്നത്, നിങ്ങൾക്ക് ഹർഷോന്മാദം അനുഭവിക്കാൻ പറ്റുന്നൊരു സാധനമാണ്. സ്കൂൾ വരാന്തകളിലും കോളേജിൻ്റെ വരാന്തകളിലും ഇതേപോലെയുള്ള സ്ഥാപനങ്ങളുടെ വരാന്തകളിലുമൊക്കെ അപരിചിതരായി കണ്ടെത്തുന്ന ആളുകൾ നമുക്ക് മോഹന വാഗ്ദാനങ്ങൾ നൽകി കുറേശ്ശെയായി ചില മിഠായിലൊക്കെ ലഹരി കലർത്തി നമ്മളെ കൊണ്ട് കഴിപ്പിക്കുകയും അത് അവസാനം നമുക്കിതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാത്ത രീതിയിൽ നമ്മളതിന് അടിമപ്പെടുകയും നമ്മൾ അഡിക്റ്റ് ആവുകയും ചെയ്യും. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ജീവിതത്തിൽ സമയം കിട്ടുന്നെങ്കിൽ നിങ്ങൾ 2 സ്ഥലത്ത് പോകണം. ഒന്ന്, ഈ റീജിയണൽ ക്യാൻസർ സെൻ്ററിൽ എവിടെയെങ്കിലും പോയി ഈ ക്യാൻസർ ബാധിച്ച രോഗികളെ കാണും. കുറച്ചുകൂടെ മറ്റുള്ളവരുടെ അനുതാപം ഉണ്ടാകാനും നമ്മുടെ ഈ ജീവിതത്തിൽ അഹങ്കരിച്ച് നടക്കേണ്ട ആവശ്യമില്ലെന്ന് നമ്മളെ ബോധ്യപ്പെടുത്താനും നമ്മൾ ഇങ്ങനെയുള്ള ആശുപത്രികളിൽ പോയാൽ നമുക്ക് മനസ്സിലാകും. തിരുവനന്തപുരത്തെ റീജിയണൽ ക്യാൻസർ സെൻ്ററിലോ അല്ലെങ്കിൽ കൊച്ചിയിലെ ലേക്ക് ഷോർ ആശുപത്രിയിലെ ഈ ക്യാൻസർ വാർഡുകളിലോ നിങ്ങൾ പോയാൽ മതി. ഡോക്ടർ വി പി ഗംഗാധരനെ പോലെ ലോകപ്രശസ്തരായ ഓങ്കോളജിസ്റ്റുകൾ അവിടെ ഉണ്ട്, അദ്ദേഹത്തെയൊക്കെ സംസാരിക്കുക. രണ്ടാമത് നിങ്ങൾ പോകേണ്ടത്, അതും ലേക്ക് ഷോർ തന്നെ പോയാലും മതി, അവിടെ ഈ അഡിക്ഷൻ വന്ന് ഈ രാസലഹരിക്ക് അഡിക്റ്റായ രോഗികളെ അവിടെ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ചിലപ്പോൾ അവരെ കാണിക്കത്തില്ലായിരിക്കാം. 18 or 20 രോഗികൾ അവിടെ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഈ രോഗികൾ ആളുകളെ കണ്ടാൽ ഭയചകിതരായി പോകുന്ന നല്ല ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരായിരുന്ന ആൾക്കാരുടെ ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് അറിയാൻ നിങ്ങൾക്ക് അവിടെ വരെ പോയാൽ മതി. അതായത് നിങ്ങൾക്ക് ഈ ജീവിതം എന്ന് പറയുന്ന നമുക്ക് വളരെ നല്ല ഈ പച്ചപ്പുള്ള മണ്ണിൽ മനോഹരമായ ഈ ഭൂമിയിൽ ഈ അണ്ടകടാകത്തിൽ ഏത് സ്ഥലത്തേക്കാളും ഏറ്റവും മനോഹരമായ ലാവണ്യം നിറഞ്ഞ നമ്മുടെ ഈ മണ്ണിൽ ജീവിക്കാനുള്ള അവസരമെല്ലാം തകർത്ത് നമ്മൾ രോഗത്തിൻ്റെ ഇരുണ്ട ലോകത്തേക്ക് നമ്മൾ സ്വയം യാത്രയാകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ അപകടം. അതുകൊണ്ട് ഞങ്ങളെന്താ തീരുമാനിച്ചെന്ന് വെച്ചാൽ, ഞങ്ങളൊരു പ്രചാര വേലയുമായിട്ട് ഇറങ്ങിയതാണ്. നമ്മുടെ ആളുകൾക്ക് അവബോധം ഉണ്ടാക്കുക, നമ്മുടെ ആളുകളെ കൊണ്ട് കോൺഷ്യസ് ആക്കുക, ഈ പോരാട്ടത്തിന് ആൾക്കാരെ സജ്ജരാക്കുക എന്നുള്ളത്. ഇപ്പം ഞങ്ങൾ അങ്ങനെയല്ല പറയുന്നത്, വി ആർ ഇൻ ആൻ അൾട്ടിമേറ്റ് വാർ. ഒരു അന്തിമ യുദ്ധത്തിന് നമ്മൾ തയ്യാറെടുക്കുകയാണ്. കാരണം ഈ യുദ്ധത്തിൽ നമ്മൾ പരാജയപ്പെടുത്തേണ്ടത് ഈ ശക്തികളെയാണ്. നമ്മൾ ഇത് ഉപയോഗിക്കുന്ന കുട്ടികളല്ല, അവരല്ല നമ്മുടെ ശത്രുക്കൾ. ഇതിൻ്റെ വാഹകരായി മാറുന്ന ആളുകൾ. നമ്മുടെ വിജയകുമാർ പറഞ്ഞതുപോലെ ലോകത്തിൻ്റെ പല കോണുകളിലിരുന്ന് കോടികൾ സമ്പാദിക്കാൻ വേണ്ടി മാത്രം ഇത്തരം സാധനങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന അപകടകാരിയായ ഈ നരാധമന്മാരുണ്ട്. ഇവരൊക്കെ എന്ന് വെച്ചാൽ ചെകുത്താന്മാരാണ്. ചെകുത്താൻ്റെ ജന്മമാണ്, ഈവിൾ ജന്മമാണ്, പാഴ്നിലാവുകളാണ് സമൂഹത്തിൽ. നമ്മുടെ കുട്ടികളുടെ യൗവനം, നമ്മുടെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരുള്ള രാജ്യമാണ് ഇന്ത്യ എന്ന് നമ്മൾ ആവേശം കൊണ്ട് പറയാറുണ്ട്. അവരുടെ യങ് ഫോഴ്സ്, ആ എനർജി, ആ ശക്തി, അതാണ് രാജ്യം ചുരുത്തിയെടുക്കുന്നത്. അപ്പോൾ ആ രാജ്യത്തിൻ്റെ ശക്തി മുഴുവൻ ചോർത്തിക്കളയുന്ന സാധനമാണ് മാരകമായ സിന്തറ്റിക് ലഹരി. ഇതിനോട് നമുക്ക് പടപൊരുതണം. കാരണം നമ്മുടെ കുട്ടികൾ 7ലും 8ലും 9ലും 10ലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ ക്ലാസ്സിൽ നിൽക്കുന്ന അധ്യാപികയെ തന്നെ വളരെ മോശമായിട്ട് കാണുകയും അധ്യാപകന്മാർക്ക് വലിയ വെല്ലുവിളി ഉയർത്തുകയും ചെയ്യുന്നു. കാര്യം അധ്യാപകർ ഇപ്പോൾ കുട്ടികളെ പേടിയാണ്. കാരണം ഇതും കഴിച്ചിട്ട് വരുന്നവൻ കത്തിയെടുത്ത് അധ്യാപകനെ കുത്തും. അതുപോലെ നിങ്ങൾ വിചാരിക്കും ആരെങ്കിലും ഈ ലഹരി കഴിക്കുന്നതിന് ഞങ്ങൾക്ക് എന്താണെന്ന് ചോദിക്കും. അപകടമുണ്ട്. നിങ്ങൾ പോകുന്നിടത്തിൽ യാത്ര ചെയ്യും, ബസ്സുകളിൽ യാത്ര ചെയ്യും, ട്രെയിനിൽ യാത്ര ചെയ്യും. കൂടെ സഞ്ചരിക്കുന്നവൻ MDMA അഡിക്റ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ ബ്രൗൺ ഷുഗർ കഴിച്ചിട്ട് മുന്നിരിക്കുന്നവനാണെങ്കിൽ അവനൊരു തമാശ തോന്നും. അവൻ പതുക്കെ കത്തിയെടുക്കും, കത്തിയെന്ന് നോക്കും, ഒറ്റ കുത്തും വെച്ച് തരും. അപ്പോൾ നിങ്ങൾ എതിരെ ഇരിക്കുന്നവൻ്റെ അവനെ അറിയാനൊക്കെ ഒരു എളുപ്പ വഴിയുണ്ട്. കള്ളന്മാരെ അറിയുന്ന പോലെയാണ് ഇവരെ അറിയുന്നത്. കള്ളൻ്റെ മുഖത്ത് നോക്കിയാൽ അവൻ്റെ കണ്ണുകളിലേക്ക് നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ അവൻ കണ്ണ് തിരിച്ചെടുക്കും. ഇവരും അങ്ങനെ പെട്ടെന്ന് പേടിക്കും നമ്മളെ കാണുമ്പോൾ. ഈ പേടി മാറാനായിരിക്കും ഒരുപക്ഷെ അവൻ കത്തിയെടുത്ത് കൊന്നു. കാര്യം അവനൊരു ചോരക്കൊതിയുണ്ട്. അപ്പോൾ നമ്മൾ ഈ സമൂഹത്തിലെ നമ്മുടെ സ്വതന്ത്രമായ ജീവിതത്തിനും വീട്ടിൽ അമ്മമാർക്കൊക്കെ ഭയങ്കര പേടിയായി. ഇപ്പം തൊട്ടപ്പുറത്തെ മുറിയിൽ ഈ രാസലഹരി കഴിച്ച ഒരു അഡിക്റ്റ് കിടപ്പുണ്ടെങ്കിൽ ഈ അമ്മയ്ക്ക് എപ്പോഴും ടെൻഷനാണ്. മുറി തുറന്ന് എപ്പോഴാണ് ഇവൻ തൻ്റെ മുറിയിലേക്ക് കയറി വരുന്നത്. അമ്മയായിട്ട് കാണാൻ പോലും അവന് കഴിയുന്നില്ല. അത്തരം വാർത്തകളൊക്കെ നമ്മുടെ നാട്ടിൽ പ്രചരിക്കുന്നുണ്ട്. അമ്മയും മകനും കൂടി MDMA കച്ചവടം നടത്തി കോഴിക്കോട് പിടിയിലായി. മാത്രമല്ല ആമാശയത്തിൽ പെട്ടുപോയ ഒരു MDMAയുടെ കവറ് പൊട്ടിത്തെറിച്ച് താമരശ്ശേരി കോഴിക്കോട് ഒരാൾ മരിച്ച്. അപ്പോൾ എന്തൊരു അപകടമാണെന്ന് നോക്കണം. മാത്രമല്ല നമ്മുടെ തലച്ചോറ്, ഏറ്റവും പവർഫുള്ളായ നമ്മുടെ തലച്ചോറ്, അതൊരു CPU ആണ്. ആ കമ്പ്യൂട്ടർ പ്രവർത്തിക്കുന്ന തലച്ചോറിൽ നിന്ന് പായുന്ന സിഗ്നലുകളെല്ലാം
ഒരേ ദിശയിലേക്ക് പാഞ്ഞു തുടങ്ങും. ഈ മുന്നിൽ നിൽക്കുന്നവനോട് അവൻ നിൻ്റെ ശത്രുവാണ്, പ്രതികാരം ചെയ്യൂ, കത്തി കയ്യിലെടുക്കടാ എന്ന സിഗ്നലായിരിക്കും വരുന്നത്, കത്തിയെടുത്ത് കുത്താനായിരിക്കും. അപ്പം നമുക്ക് ഈ പൊതുസമൂഹത്തിന് എൻ്റെ മക്കൾ നന്നായി പഠിക്കുന്നവരാണ്, ഒരു വിദേശത്തേക്ക് പോയവരാണ്, ഇനി ഒന്നും പേടിക്കാനില്ല എന്ന് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ക്രമസമാധാന പ്രശ്നം തന്നെ അപകടത്തിലാക്കും. സംസ്ഥാനത്തിൻ്റെ പുറത്തുനിന്ന് വന്ന തൊഴിലാളികളൊക്കെ തന്നെ ഇതിൻ്റെ വാഹകരാണ്. അപ്പോൾ ഒരുപാട് അപകടമുണ്ട്. അപ്പോൾ നമ്മളൊരു അൾട്ടിമേറ്റ് വാറിന് ഒരുങ്ങുന്നു. സർക്കാർ ഇന്ന് യോഗമൊക്കെ വിളിച്ചിട്ടുണ്ട്, എക്സൈസും പോലീസും ഒക്കെ സജീവമായിട്ടുണ്ട്. നമ്മൾ കുറച്ച് താമസിച്ചു പോയി, പക്ഷേ നമ്മൾ ഈ അന്തിമ യുദ്ധത്തിന് ഒരുങ്ങണം എന്നുള്ളതാണ് റെഡി. കാരണം ഇതിനകത്ത് ഇനി നമ്മൾ ഒളിച്ചോടിയിട്ട് കാര്യമില്ല. നമ്മുടെ നാട്ടിൽ സമാധാനപൂർണ്ണമായ ഒരു ജീവിതം ഉറപ്പുവരുത്താൻ ഈ രാസലഹരി ഉപയോഗിക്കുന്ന ആളുകൾ അവസാനത്തെ ആളും കേരളം വിട്ടു പോകണം, അല്ലെ കാസർഗോഡ് കടത്തി വിടണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. അപ്പം നമ്മൾ ഏപ്രിൽ 20 കാസർഗോഡ് എത്തുമ്പോൾ ഏറ്റവും അവസാനത്തെ കച്ചവടക്കാരനും ഈ രാസലഹരി വിൽക്കുന്ന കച്ചവടക്കാരനും കേരളം വിട്ടു പോകണമെന്ന് ഒരേ സ്വരത്തിൽ ഒറ്റ ശബ്ദത്തിൽ ഒരു അലറിയടിക്കുന്ന കടലിൻ്റെ ആവേശത്തിൽ നമ്മൾ പറയും. കോവിഡും പ്രളയമൊക്കെ കടന്ന് നമ്മൾക്കതിന് കഴിയുമെന്നുള്ളത് നമ്മൾ തെളിയിച്ചവരാണ്. നമ്മൾ ഒരു ഐക്യ സമൂഹമാണ്, നമ്മുടെ മലയാളി സമൂഹത്തിന് ഇതിന് കഴിയും. അതിന് നിങ്ങളും സജ്ജരാകുക. നമുക്കൊരു ശബ്ദമേ ഉള്ളൂ, ഒരു ആവേശമേ ഉള്ളൂ, ഒരു മുദ്രാവാക്യമുള്ളൂ: നോട്ട് ടു ഡ്രഗ്, നോട്ട് ടു വയലൻസ്, നോ മോർ ബ്ലഡിങ്. ബ്ലഡ് വേണ്ട, നമുക്ക് ബ്ലഡ് ചിന്താനുള്ള ആളുകളെ നമ്മളിവിടെ അനുവദിക്കാൻ പാടില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങളിപ്പോൾ പഠിച്ച് നിങ്ങൾക്ക് ഈ നാട്ടിൽ തന്നെ ജോലി ചെയ്ത് സമാധാനത്തോടെ ജീവിക്കേണ്ട ആൾക്കാരാണ്. അപ്പോൾ നിങ്ങളിതിനെക്കുറിച്ച് കൂടുതൽ വായിച്ചറിയുക. നിങ്ങളുടെ പ്രത്യേക പെൺകുട്ടികളും ഒക്കെ തന്നെ ഇതിന് കുറേശ്ശെ അഡിക്റ്റ് ആകുന്നുണ്ട്. അപ്പോൾ അത് പാടില്ല. നിങ്ങൾ യൂട്യൂബിലൊക്കെ പോയിട്ട് ഇതിൻ്റെ അപകടം എന്താണെന്ന് വായിച്ചറിയണം, ഇതിൻ്റെ പോസിറ്റീവായ കാര്യങ്ങൾ എന്താണെന്ന് വായിച്ചറിയണം. നിങ്ങൾക്ക് ഒരിക്കലും മനസ്സിലായാൽ വളരെ പ്രതീക്ഷയോടെ വഴിക്കണ്ണുമായി നിങ്ങളെ കാത്ത് വീട്ടിലിരിക്കുന്ന ആൾക്കാരെക്കുറിച്ച് നിങ്ങൾക്കൊരു ചിന്തയുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇതിൽ മുഖം പിടിച്ച് വീഴില്ല. അപ്പോൾ ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പാഞ്ഞു പോകും ഉടൻ തന്നെ. അപ്പോൾ നിങ്ങളെല്ലാം ഒരേ സ്വരത്തിൽ പറയില്ലേ? അപ്പോൾ ഒരു പ്രതിജ്ഞ വിജയകുമാർ ഇവിടെ എടുപ്പിക്കുന്നുണ്ട്, നമ്മുടെ എസ് വിജയകുമാർ. അപ്പോൾ നമുക്കിനി അടുത്ത സ്ഥലത്ത് കാണാം. SKN40 എന്ന് പറഞ്ഞ് ഇതിനായിട്ടൊരു യൂട്യൂബ് ചാനലുണ്ട്. ആ ചാനലിൽ നമ്മുടെ യാത്രയുടെ എല്ലാ കാര്യങ്ങളും ഈ സൈലത്തിൽ വന്നതും ഇപ്പോഴും ഇത് ലൈവായിട്ട് ആ ചാനൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളെയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ എല്ലാവരുടെയും കണ്ണുകളിലേക്ക് ഇപ്പോൾ നോക്കിയായിരുന്നു കേട്ടോ, ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ എല്ലാവരും എൻ്റെ കണ്ണുകളിലേക്ക് തന്നെ തറപ്പിച്ച് നോക്കി നിൽക്കുന്നതുകൊണ്ട് ഈ പരീക്ഷണത്തിൽ അവർ വിജയിച്ചു. അപ്പോൾ എല്ലാവരും വിജയിച്ചു. ഇനി ഞാൻ ടെസ്റ്റ് ചെയ്യാത്ത രണ്ടുപേരേ ഉള്ളൂ, ഇവർ രണ്ടുപേര്. അത് ഞാൻ മനഃപൂർവ്വം ടെസ്റ്റ് ചെയ്യുന്നില്ല, കാര്യം ഇവർ അധ്യാപകരാണല്ലോ, അവർ പഠിപ്പിക്കാൻ വന്നവരാണ്. അവർ എപ്പോഴും നിങ്ങളുടെ മോഡലായിരിക്കുമെന്ന് എനിക്കറിയാം. അപ്പോൾ നിങ്ങൾക്കെല്ലാം നല്ലത് വരട്ടെ. നാളത്തെ പുലരിയിൽ ഒരുവിധമുള്ള MD-കാരൊക്കെ സ്ഥലം വിടട്ടെ, അല്ലെ MDMA-കാർ വിടില്ലാതിരിക്കട്ടെ എന്ന് അവർക്ക് സാറിനോട് എന്തോ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാനുണ്ട്. ഓക്കെ, ചോദിച്ചോളൂ. സാറിൻ്റെ ലൈഫിലെ ഒരു റോൾ മോഡൽ എന്ന് പറയുന്നത് ആരാണ്? എൻ്റെ റോൾ മോഡൽ എന്ന് പറഞ്ഞാൽ രത്തൻ ടാറ്റയാണ്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ജീവിതത്തിൽ കാണാൻ ആഗ്രഹിച്ച അപൂർവ വ്യക്തിപ്രഭാവങ്ങളിലൊന്ന് രത്തൻ ടാറ്റയായിരുന്നു. അപ്പോൾ ഞാൻ നിങ്ങൾക്കറിയുന്ന പോലെ റേഡിയോയിലും ടെലിവിഷനിലുമൊക്കെ ഒരു അവതാരകൻ്റെ കുപ്പായം അണിഞ്ഞ് നടന്ന ആളാണ്. ഒരു അവതാരകൻ്റെ കുപ്പായത്തിൽ നിന്ന് ചെറിയൊരു സംരംഭത്തിലേക്ക് ഇറങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, നമ്മൾ ഈ സംരംഭങ്ങളുമായി മുന്നോട്ട് പോകണമെങ്കിൽ ആൾക്കാർ കൈക്കൂലി കൊടുക്കണം, ആളുകളെ സ്തുതി പറയണം, സ്തുതി പാടണം. ഈ അവതാരകനാകുമ്പോൾ നമുക്ക് കണ്ണു മൂക്കില്ലാതെ സംസാരിക്കായിരുന്നു. അപ്പോൾ ഇതിൽ നിന്നൊരു മാറ്റം ഉണ്ടാകുന്നു. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, എല്ലാ സ്ഥാപനം നടത്തുന്ന ആൾക്കാരും കൈക്കൂലി കൊടുത്തായിരിക്കുമോ ഇതൊക്കെ ചെയ്യുക? അങ്ങനെ ഞാൻ ഒരാളെ കണ്ടുപിടിച്ചു, രത്തൻ ടാറ്റ ഒരു പരിപാടിക്കും കൈക്കൂലി കൊടുക്കത്തില്ല. അപ്പോൾ ഞാൻ ആലോചിച്ച, ലോകം പറയുന്ന ഇത്രയും നിങ്ങൾക്കറിയുന്നതിൽ ഏറ്റവും വലിയ കമ്പ്യൂട്ടർ ശൃംഖലയുള്ളവർ, പലതിൻ്റെയും നിർമ്മാണത്തിൽ 1ാം സ്ഥാനത്തെത്തിയവർ, എങ്ങനെയാണ് ഈ JRD ടാറ്റ പോലെയുള്ള ആളുകൾ കൈക്കൂലിക്ക് ഒന്നും മുഖം ഇടിച്ച് വീഴാതെ അകന്നു നിന്നവർ? അവസാനം വരെയും രത്തൻ ടാറ്റ ഇതിനെതിരായിരുന്നു. എന്നുവെച്ചാൽ വാല്യൂസ്, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വേണ്ട സാധനം അതാണ്. നമ്മുടെ ഇൻറ്റഗ്രിറ്റിയൊക്കെ ഒരിക്കലും നഷ്ടപ്പെടൂ. വാല്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കൽ മാത്രമേ തകർന്നു പോകൂ. അതങ്ങനെയാണ്. നമ്മൾ ചിലപ്പം ചില ഡോക്ടർമാർ പറയില്ലേ, നമ്മൾ ചെന്ന് പരിശോധന നടത്തിയിട്ട് പറയും, പേടിക്കണ്ട, ഇത് ഒരിക്കലേ വരൂ, എന്നെ നമ്മളൊന്ന് ആശ്വസിക്കും, ഇത് വന്നാൽ പിന്നെ പോകത്തില്ല എന്ന് പറഞ്ഞ് ചില അസുഖത്തെക്കുറിച്ച് പറയും. എന്ന് പറയുന്ന പോലെയാണ്, ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ആ ഏകാഗ്രതയും ആ ഇൻറ്റഗ്രിറ്റിയും ആ സത്യസന്ധതയും കൈക്കൂലിക്കെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ നിലപാടുകളും അദ്ദേഹം മരിക്കുന്നവരെയും മാറ്റിയിട്ടില്ല. ഞാൻ യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ മുംബൈയിൽ പോയി കാണുമെന്ന് വളരെ ആഗ്രഹിച്ച ഒരാളാണ്. എൻ്റെ ആഗ്രഹം ഇത്തിരി തീക്ഷ്ണമായപ്പോഴേക്കും ഞാനൊരാളിനെ വളച്ചെടുത്തായിരുന്നു. അദ്ദേഹത്തിൻ്റെ തന്നെ ഓഫീസിൽ നിങ്ങളറിയും, പാർവതി ഓമനക്കുട്ടൻ എന്ന് പറയുന്ന നമ്മുടെ ലോകസുന്ദരിയുടെ അച്ഛൻ ഓമനക്കുട്ടൻ ടാറ്റയുടെ ഹോട്ടലിലെ വളരെ സീനിയറായ ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാനൊന്ന് ശ്രമിക്കട്ടെ. ഇപ്പോൾ അദ്ദേഹം ആരെയും കാണുന്നില്ല. അപ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ രോഗനില വഷളായി. അദ്ദേഹം ഗസ്റ്റുകളെ ഒന്നും എൻ്റർടൈൻ ചെയ്യാത്ത അവസ്ഥ, അല്ലെങ്കിൽ രത്തൻ ടാറ്റയെ നേരിട്ട് കണ്ട് ഞാൻ സായുജ്യമടഞ്ഞേനെ. ഓക്കെ,
നമസ്കാരം സാർ. നമസ്കാരം. അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, സാറ് 40 വർഷം കൊണ്ട് ഒരുപാട് ചാലഞ്ചസ് ഈ ജേർണലിസം ഫീൽഡിൽ ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നമ്മളും എന്നെപ്പോലുള്ള ഒരുപാട് കുട്ടികൾ കോമ്പറ്റിറ്റീവ് ആയിട്ടുള്ള എക്സാംസൊക്കെ എഴുതി അങ്ങനെ കുറേ ചാലഞ്ചസ് ലൈഫിൽ ഈ ഫ്യൂച്ചറിൽ ഇനിയും ഫേസ് ചെയ്യാൻ പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ എന്നുള്ളൊരു നിലയ്ക്ക് സാറ് ഒരുപാട് ചാലഞ്ചസ് ഫേസ് ചെയ്ത് അത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരാളെന്ന നിലയ്ക്ക് നമുക്ക് ജീവിതകാലം മുഴുവൻ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു മോട്ടിവേഷണൽ ആയിട്ടുള്ള ഒരു അഡ്വൈസ് എന്താണെന്നുള്ളതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. മോളുടെ പേരെന്താ? ആബിദ. എവിടെയാ വീട്? കൊല്ലം. കൊല്ലത്ത് എവിടെ? കൊല്ലത്ത് പത്തനംതിട്ടയ്ക്കൊക്കെ അടുത്തായിട്ട്. എവിടെ? പത്തനംതിട്ടയ്ക്ക് അടുത്തായിട്ട്. കൊല്ലം പത്തനംതിട്ട ദൂരമല്ലേ? അല്ല, ഞാൻ എൻ്റെ ആ സ്ഥലത്തിന്റെ പേര്? സ്ഥലം ഞാൻ പത്തനാപുരം എന്ന് പറഞ്ഞ സ്ഥലം. പത്തനാപുരം. അല്ല, ഞാൻ കുന്നിക്കോടെന്ന സ്ഥലത്താണ്. എൻ്റെ ഗ്രാൻഡ് പേരൻസ് പറഞ്ഞ് എനിക്ക് പരിചയമുണ്ട്. മോളുടെ വീടിൻ്റെ സ്ഥലത്തിന് പണ്ട് ആൾക്കാർ ഇരിക്കുമോളെ, അപ്പോൾ നമ്മൾ ഈ ലോക്കൽ കോളൊക്കെ അന്ന് നമ്മൾ പൈസ കൊടുത്ത് ഒക്കെ വിളിക്കില്ലേ ഒരു സ്ഥലത്ത്, അങ്ങനെ പബ്ലിക് ബൂത്തുകളില്ലേ. അപ്പോൾ ചില ആൾക്കാർ എന്ന് പറയും കോൾ ടു പത്തനാപുരം എന്ന് പറയും. അപ്പോൾ അവർ ചോദിക്കും കാട്ടുപത്തനാപുരം ആണെന്നൊന്ന് ചോദിക്കും. എന്ന് ചോദിക്കുമായിരുന്നു അന്ന് പണ്ട്. മോളൊക്കെ അത് അറിയാൻ സാധ്യമില്ല. അപ്പോൾ മോളെ ഇതിനകത്ത് എന്തറിയാമോ, നമ്മൾ എനിക്ക് തോന്നുന്നത് നിങ്ങൾ കുട്ടികൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ലോകത്ത് ഈ ഉയരങ്ങളിലേക്കും പ്രശസ്തിയിലേക്കും ഉയർന്നിട്ടുള്ള ഒരുപാട് ആൾക്കാരുടെ ഈ ആത്മകഥ കിട്ടും, ആത്മകഥകൾ. അപ്പോൾ ഓരോ പ്രതിസന്ധി ഘട്ടത്തിലും എങ്ങനെയാണ് അവർ ഇത് കടന്നു പോയത് നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. എനിക്ക് ഞാൻ പഠിക്കുന്ന കാലത്ത്, ഞാൻ കൊല്ലം കോളേജിലാണ് പോസ്റ്റ് ഗ്രാജുവേഷൻ ഒക്കെ ചെയ്ത് പഠിക്കുന്ന കാലത്ത് എനിക്ക് പുതുപ്പള്ളി രാഘവൻ എന്ന് പറയുന്ന ഒരാൾ എൻ്റെ റോൾ മോഡലായിരുന്നു. അദ്ദേഹം 14 കൊല്ലം സെൻട്രൽ ജയിലിൽ കിടന്ന ആളാണ്. പൂജപ്പുര ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഒരു കമ്മ്യൂണിസ്റ്റ് കലാപകാരിയായിരുന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹം ഒരു ദിവസം ഈ ശൂരനാട് കലാപമൊക്കെ നടക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു പിന്നോക്ക സമുദായത്തിലുള്ള ഒരാളിൻ്റെ ഒരു ചെറ്റമാടത്തിൽ ഇങ്ങനെ ഒളിച്ചിരിക്കുകയായിരുന്നു. അതിൻ്റെ മേൽക്കൂര കയറി ഇരിക്കുമ്പോൾ ശൂരനാട് അവിടെ ഒരു പോലീസുകാരൻ കൊല്ലപ്പെടുകയൊക്കെ ചെയ്തൊരു സംഭവമാണ്. അപ്പോൾ പോലീസ് വളഞ്ഞു, ഈ വീട് മൊത്തം വളഞ്ഞപ്പോൾ രാത്രി സമയമാണ്, ഒരു 12:30 മണിയായി. അപ്പോൾ അങ്ങേരെ ഏറ്റവും വലിയ പ്രതിസന്ധിയിൽപ്പെട്ടു. കാര്യം അങ്ങേരെ പുതുപ്പള്ളി രാഘവനെ ഉള്ള കമ്മ്യൂണിസ്റ്റിനെ അപ്പം കിട്ടിയാൽ ഈ പോലീസുകാർ അടിച്ചു കൊല്ലും, ഉറപ്പാണ്. അപ്പോൾ അദ്ദേഹം ഇതിൻ്റെ മേൽക്കൂരയിൽ ഇരിക്കുകയാണ്. പോലീസുകാർ താഴെ വന്ന് നിൽക്കുക, ഇയാൾ എവിടെ കയറി ഇരിക്കുന്നത് അറിയാൻ. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, അടുത്ത് കണ്ട ഒരു മാങ്കൊമ്പിൽ തൂങ്ങി ഒരു പോലീസുകാരൻ്റെ മുന്നിലൂടെ തന്നെ കറുത്ത ഒരു ഉടുപ്പ് സർവാംഗം ധരിച്ച് അങ്ങനെ കടന്നുപോയി. കാരണം ഈ പോലീസുകാരൻ തൊട്ടടുത്ത് നിൽക്കുമ്പോഴാണ് അല്ല പിന്നിലൂടെ ഇങ്ങനെ മാങ്കമ്പിൽ തൂങ്ങി ഇറങ്ങി അദ്ദേഹം രക്ഷപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ക്രൈസായിരുന്നു അത്. കാരണം അദ്ദേഹം പിന്നെയും കുറേ കാലം ജീവിച്ചു അതുകൊണ്ട്. അപ്പോൾ ആ ചലഞ്ചെന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിക്കില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു സമയത്തും അദ്ദേഹത്തിൻ്റെ ആത്മധൈര്യമാണ് അതിൻ്റെ പ്രകടമായത്. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള മനുഷ്യരെ ഒരുപാട് പരിചയമുള്ളതുകൊണ്ട് നമ്മൾ എപ്പോഴും ജീവിതത്തിൽ നമുക്ക് അടികൊണ്ട് വീഴും. നമ്മളിപ്പോൾ വിചാരിക്കുന്ന പോലെ നമ്മളെപ്പോഴും വിജയിച്ചൊന്നും വരണില്ല, വിജയം എപ്പോഴും ഉണ്ടാകണമെന്നില്ല. അപ്പോൾ നമ്മുടെയൊക്കെ ഒരു നേച്ചർ എന്ന് വെച്ചാൽ 2 ചുവട് നമ്മൾ പിന്നോട്ട് വീഴുമ്പോൾ 3 ചുവട് ഓടിക്കയറാൻ നമ്മൾ മനസ്സിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കണം. നീ പരാജയപ്പെടില്ല എന്നിങ്ങനെ മനസ്സിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കണം. കാര്യം അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ നമുക്കിടയിലുണ്ട്. അത് അവരെല്ലാവരും പ്രശസ്തരാകണമെന്നില്ല. പിന്നെ എപ്പോഴും നമ്മുടെ മമ്മൂട്ടി ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞായിരുന്നു. അദ്ദേഹം പറഞ്ഞത് പരാജിതൻ്റെ അവസ്ഥയും പഠിക്കണമെന്നാണ്, അല്ലേ? അത് മാത്രമല്ല വിജയിയുടെ മാത്രമല്ല, പരാജയത്തിൽ നിന്നാണ് ഒരുപാട് പഠിക്കാനുള്ളത്. ഞാൻ തന്നെ സിവിൽ സർവീസ് എഴുതി തോറ്റയാളാണ്. 2 തവണ ഞാൻ അതിൻ്റെ മെയിൻ പരീക്ഷ എഴുതിയിട്ടുണ്ട്. ആ തോൽവിയിൽ നിന്ന് ഞാൻ പലതും പഠിച്ചിട്ടുണ്ട്. ഇനി ഞാനൊരു 10 സിവിൽ സർവീസ് എഴുതാനുള്ള കുട്ടികളെ പരിശീലിപ്പിച്ചാലുണ്ടല്ലോ, 10 പേർക്കും സിവിൽ സർവീസ് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ അനങ്ങാത്തത്. അതേപോ ഉണ്ടല്ലേ, അവിടെ ചേരാൻ ഞാൻ. ഓക്കെ, ഫാക്കൽറ്റി ആവാം അല്ലേ? ഓക്കെ. ഹലോ സർ, മൈ നെയിം ഈസ് ആൻമരിയ. മോളുടെ പേരെന്താ? ആൻമരിയ. ആൻമരിയ. നമുക്കൊരു റിപ്പോർട്ടർ ഉണ്ടോ കേട്ടോ, ആൻമരിയ. So sir, like in your career, you would have always heard many negative news. So how do you stay positive? You are hearing negative news? അങ്ങനെയാണോ പറയുന്നത്? ഓക്കെ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. മോളെ ഇപ്പോൾ എന്താണെന്നറിയാമോ, നമ്മളിപ്പം എല്ലാം ഉണ്ട് നമ്മുടെ സമൂഹത്തിൽ. നമ്മളിപ്പം ക്ലീൻ ആയിട്ടുള്ള മനുഷ്യർ മാത്രം മതി. നമ്മൾക്ക് മലയാളം മനസ്സിലാവില്ല. ഐ ഹോപ്പ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ അതായത് ഈ ചെകുത്താനും നല്ല മനുഷ്യരും ഒക്കെ ഉണ്ട് നമുക്കിടയിൽ. നമ്മൾ ഒരു സമൂഹം എന്ന് പറഞ്ഞാൽ എല്ലാം ചേർത്തൊരു മിക്സറല്ലേ. അപ്പം ഇപ്പം ഞങ്ങൾക്ക് വേണമെങ്കിൽ രാവിലെ ന്യൂസിൽ പോസിറ്റീവ് വാർത്തകൾ മാത്രമേ കൊടുക്കൂ എന്ന് നമുക്ക് തീരുമാനിക്കാം. പക്ഷെ കട പൂട്ടിപ്പോകും. നമ്മുടെ ഈ ന്യൂസ് കാണാൻ ആൾക്കാർ താല്പര്യം ഉണ്ടാകാതെ വരും. മാത്രമല്ല ന്യൂസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് നെഗറ്റീവ് എന്നോ പോസിറ്റീവ് എന്നോ നമുക്ക് വയ്ക്കാൻ പറ്റില്ല. അങ്ങനെ വിവേചനം നടത്തി വാർത്താവതരണം നടത്താൻ പറ്റില്ല. വാർത്തകൾ പരമാവധി നമ്മൾ വെള്ളം ചേർക്കാതെ ഈ വാർത്തകളെ സത്യസന്ധമായി അവതരിപ്പിക്കുക. അതോടൊപ്പം ഈ സമൂഹത്തിന് ഷോക്കേൽക്കും എന്ന്
നമുക്ക് ധാരണയുണ്ടെങ്കിൽ ആ വാർത്തകളെ ഒരു ലേശം ശക്തി കുറച്ച് അങ്ങോട്ട് വിട്ടുകൊടുക്കുക. ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഒരു കുട്ടിയെ ഒരുത്തൻ ഒരു ഇതുപോലൊരു MDMA-കാരൻ കുത്തി കൊലപ്പെടുത്തിയെന്ന് വെച്ചു. അപ്പോൾ അവൻ നെഞ്ചത്ത് കടാരി കുത്തി ഇറക്കിയാണ് കൊന്നത്. മരിച്ച കുട്ടി വേണമെങ്കിൽ ഒരു 8 വയസ്സുള്ള കുട്ടിയാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ആ ടിക്കർ എൻ്റെ സാങ്കേതിക പദമാണ്, അത് നമുക്ക് സ്ക്രോൾ വരുന്ന സ്ഥലം സ്ക്രീനിൻ്റെ തൊട്ട് താഴെയുള്ള അവിടെ വേണേൽ എഴുതി കാണിക്കാം 8 വയസ്സുകാരനെ കുത്തി കൊലപ്പെടുത്തി, പട്ടാപ്പകൽ ഈ കൊലപാതകം എന്നൊക്കെ പറഞ്ഞിട്ട് വേണം എഴുതാം. അതേസമയം ഒരു അക്രമിയുടെ കുത്തേറ്റ് ഒരു കുഞ്ഞ് മരിച്ചു എന്ന് വേണമെങ്കിൽ എഴുതി കാണിക്കാം. അപ്പോൾ സമൂഹത്തിന് അല്ലെങ്കിൽ ഒരു ഒറ്റ ഇടിയാണ്. അപ്പോൾ നമുക്കങ്ങനെ അതേസമയം ഈ വാർത്ത നമ്മൾ കൊടുക്കുകയും വേണം. അപ്പോൾ അങ്ങനെ ഒരു നെഗറ്റീവ് വാർത്തകൾ കൊടുത്താൽ സൊസൈറ്റി ചീത്തയാവും എന്ന ധാരണ ഉള്ളതുകൊണ്ട് തന്നെയാണ് നമ്മൾ പലപ്പോഴും നെഗറ്റീവ് വാർത്തകൾ കുറച്ചൊക്കെ മാറ്റി വെക്കും. മാത്രമല്ല, നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിശ്വസിക്കാം, പല വാർത്താ ചാനലുകളിലും ഈ കൊടുത്ത വാർത്തയെക്കാളും കൂടുതൽ കൊടുക്കാത്ത വാർത്തയായിരിക്കും. നടൻ ശ്രീനിവാസനോട് ഒരിക്കൽ ഒരാൾ ചോദിച്ചു, മലയാള സിനിമയിൽ അങ്ങയുടെ കോൺട്രിബ്യൂഷൻ എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ അഭിനയിക്കാതെ പോയ ഒരു 500 സിനിമകളുണ്ടാവും, അതാണ് എൻ്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു. അതുപോലെ അത്. നമസ്കാരം സാർ, എൻ്റെ പേര് അഭിജിത്ത് എന്നാണ്. സാർ, എൻ്റെ ചോദ്യം, ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഈ കറണ്ട് സിറ്റുവേഷനിൽ ഏറ്റവും ചർച്ചയാവുന്നത് എമ്പുരാൻ എന്ന സിനിമയുടെ റീസെൻസറിങ് അതിനെക്കുറിച്ചാണ്. അപ്പോൾ അഭിപ്രായ സ്വാതന്ത്ര്യം പോലും നിഷേധിക്കപ്പെടുന്ന സാഹചര്യമുള്ള നമ്മുടെ രാജ്യത്ത് ഈ 40 വർഷമൊക്കെ എങ്ങനെയാണ് ഈ ഫീൽഡിൽ നിലനിന്നതെന്നുള്ളത്? അപ്പോൾ നമ്മൾ എമ്പുരാൻ എന്നുള്ള സിനിമ ഞാൻ കണ്ടില്ല. കാണാഞ്ഞ് പറഞ്ഞാൽ നമ്മുടെ യാത്രക്കിടയിൽപ്പെട്ട്, പക്ഷേ ആ സിനിമ നമ്മൾ കാണും. പക്ഷേ ആ സിനിമ ഇപ്പോൾ കുറച്ച് ഒരു 10-17 കട്ടും വെട്ടുമൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിയെന്ന കേൾക്കുന്നത്. അപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞ് കാണാനേ നമുക്ക് വിധിയുള്ളൂ. ഇപ്പോൾ സെൻസർ ബോർഡ് വീണ്ടും റീസെൻസർ ചെയ്തു എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ അറിയേണ്ട കാര്യം എന്നറിയാമോ, ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് പരമമല്ല, അത് അൾട്ടിമേറ്റ് അല്ല. നമ്മൾ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്, അപ്പോൾ ഞാനിപ്പോൾ കൈ നീട്ടിയാൽ താങ്കളുടെ മൂക്കിൻ്റെ തുമ്പ് വരെയുള്ളൂ സ്വാതന്ത്ര്യം. അപ്പോൾ ലിബർട്ടി എന്ന് ഒരു ലൈസൻസ് അല്ല, ഒരു കുറേ ഡ്യൂട്ടീസും ഉണ്ടല്ലോ അതിൻ്റെ കൂടെ. അപ്പോൾ ഞാനീ അവതാരകനായിരിക്കുന്ന സമയത്ത്, ഇപ്പോൾ ഈവൻ ആകാശവാണിയിലായിരുന്നു ഞാൻ കുറേ കാലം ജോലി ചെയ്ത്, നിങ്ങൾക്കറിയാം. ഈ റേഡിയോ സ്റ്റേഷനിൽ ജോലി ചെയ്യുമ്പോൾ അത് സെൻട്രൽ ഗവൺമെൻറ് കീഴിലെ ഒരു സ്ഥാപനമാണ്. നമ്മളെന്തെങ്കിലും വൃത്തിയിട്ട് കാണിച്ചാൽ നമ്മുടെ പിന്നാലെ CBI ആയിരിക്കും വരിക. അപ്പോൾ അങ്ങനെ ഗവൺമെൻറ്റിൻ്റെ ഭയങ്കര കൺട്രോളുള്ള സമയത്ത് ഞങ്ങൾ ചില റേഡിയോ സ്റ്റേഷനിലൊക്കെ തന്നെ ഭയങ്കരമായ കലാപം ഉണ്ടാക്കിയ വാർത്തകൾ കൊടുത്തിട്ടുണ്ട്. ഉദാഹരണത്തിന് തൃശ്ശൂർ ആകാശവാണിയിൽ ഞാൻ ജോലി ചെയ്യുമ്പോൾ ബിഷപ്പ് കുണ്ടുകുളം തിരുമേനിക്കെതിരായിട്ട് ഞാനൊരു പ്രോഗ്രാം ചെയ്ത് പുലിവാല് പിടിച്ച ആളാണ്. എന്ന് മാത്രമല്ല, ഞാൻ അന്ന് ഒരു സഹായം ചെയ്തു കൊടുത്തു. കാര്യം അന്ന് കുണ്ടുകുളം തിരുമേനി ഉൾപ്പെടുന്ന സഭയൊക്കെ അന്ന് വിഘടിച്ച് നിൽക്കുകയായിരുന്നു. ഞാൻ ഈ വാർത്ത കൊടുത്തുകൊണ്ട് മാത്രം സഭയെല്ലാം ഒന്നായി. കാര്യം അവർക്ക് മുഖ്യശത്രുവിനെ കിട്ടി. അന്ന് എന്നെ ഒരാൾ പഠിപ്പിച്ചു. കേരളത്തിലെ വീക്ഷണം എന്ന് പറയുന്ന ഒരു വീക്ഷണത്തിൻ്റെ എഡിറ്ററായിരുന്നു CP ശ്രീധരൻ. അല്ലേ? CP ശ്രീധരൻ സാഹിത്യകാരനായിരുന്നു, അങ്ങനെ അതിൻ്റെ എഡിറ്ററായിരുന്നു. അപ്പോൾ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റാതായി. കാരണം ഈ കുണ്ടകുളം തിരുമേനിയുടെ ആളുകളെല്ലാം കൂടെ ആകാശവാണി പിക്കറ്റ് ചെയ്തപ്പോൾ അവർ ഇതിൻ്റെ ഗേറ്റ് ചാടിക്കിടക്കാൻ ശ്രമിച്ചു. അപ്പോൾ ഒരു നോർത്ത് ഇന്ത്യനാണ് അവിടുത്തെ സെക്യൂരിറ്റി ഓഫീസർ. അയാൾ എന്നോട് പറഞ്ഞു, ഇഫ് ദേ ക്രോസസ് ദ ലിമിറ്റ് ഐ വിൽ ഷൂട്ട് ദം ഡൗൺ. അയാൾക്ക് ദേഷ്യം വന്നു. കാര്യം ഇവനൊക്കെ ചാടിക്കിടക്കുമെന്ന് പേടി. അപ്പം ചാടിക്കിടന്നാൽ പുള്ളി വെടിവെച്ചുല്ലോ എന്നാണ് പറയുന്നത്. ഞാനെൻ്റെ കാല് പിടിച്ചു, നിങ്ങൾ വെടിവെക്കരുത്. എന്നിട്ട് ഞാനെൻ്റെ തോക്കെ പിടിച്ചുകൊണ്ടിരിക്കുക. അയാൾ തോക്കെടുത്ത് ചൂണ്ടായിരിക്കുക. കാരണം അയാൾക്ക് ഒരു ബോധവുമില്ല, അയാൾ വെടിവെക്കും എന്നുള്ള ഉറപ്പാണ്. അപ്പം ഞാനിത് ഇങ്ങനെ അസ്വസ്ഥനായിട്ട് CP ശ്രീധരൻ ഒരു പ്രഭാഷണം നടത്താൻ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, ഈ സാംസ്കാരിക നായരായിട്ട് അങ്ങ് നടക്കുമല്ലേ, എന്നിട്ട് ഇങ്ങനെ ഇവരെല്ലാം കൂടെ എന്നെ ആക്രമിക്കാൻ വന്നപ്പോൾ നിങ്ങളൊരു വാക്ക് പറഞ്ഞില്ലല്ലോ. അന്നിനി കുറച്ചുകൂടെ ചെറുപ്പം, വിവരക്കേട് കുറച്ച് കൂടുതലുമാണ്. അപ്പോൾ ഈ പുള്ളി ഉടനെ പറഞ്ഞെന്നറിയോ, നിങ്ങൾക്ക് അത്യാവശ്യം വിദ്യാഭ്യാസം ഉണ്ടല്ലോ നമ്മയാതെ, നിങ്ങൾ അത്യാവശ്യം കൂടുതൽ വിദ്യാഭ്യാസം നേടിയ ഒരാളാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ആളുകൾ വിഘടിച്ച് നിൽക്കുന്ന യാഥാസ്ഥിതിക ശക്തികളുണ്ട് കൺസർവേറ്റീവ് ഫോഴ്സ് സമൂഹത്തിലെ. ഈ കൺസർവേറ്റീവായിട്ടുള്ള ഫോഴ്സുകൾ ഒന്നാകാൻ നമ്മളതിന് കാരണക്കാരനാവരുത്. ഇവിടെ നിങ്ങളെന്താ ചെയ്ത്, തിരുമേനിയുടെ ആട്ടിൻകുട്ടികളെല്ലാം ഉടക്കായിരുന്നു, അവരെല്ലാം ഒന്നാക്കി തിരുമേനി നേതാവാക്കി കൊടുത്തു. നിങ്ങൾ ചെയ്ത നിങ്ങളത് ചെയ്യാൻ പാടില്ലായിരുന്നു പറഞ്ഞു. അന്നേരം എനിക്കത് മനസ്സിലായില്ല. പിന്നീടാണ് ആ CP ശ്രീധരൻ പറഞ്ഞത് എത്ര മഹത്തരമായ ഒരു കാര്യം. പിന്നിപ്പം ഞാൻ ആൾക്കാർ വിഘടിച്ചിരിക്കാന്ന് ഞാൻ ഒന്നിപ്പിക്കത്തില്ല, അവരങ്ങനെ നിൽക്കട്ടെ എന്ന് വിചാരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും എനിക്ക് പലപ്പോഴും ഒരിക്കലും നമ്മൾ തിരുവനന്തപുരത്ത് നമ്മുടെ രമേശൻ നായർ എഴുതിയ K. മുഴുതിനെ കുറിച്ച് എഴുതിയൊരു നാടകം പ്രക്ഷേപണം ചെയ്തിട്ട് ഞങ്ങൾ കുറച്ച് പേരെ ട്രാൻസ്ഫർ ചെയ്തിരുന്നു. കാരണം കിങ്ങിണിക്കുട്ടൻ എന്ന് പറഞ്ഞൊരു നാടകം വന്നിരുന്നു. K. കരുണാകരൻ അതിശക്തനായി നിൽക്കുന്ന സംസ്ഥാന മുഖ്യമന്ത്രിയെ നിൽക്കുമ്പോഴാണ് ഈ നാടകം തിരുവനന്തപുരത്ത് ആകാശവാണിയിൽ നിന്ന് പോയത്. പക്ഷേ ട്രാൻസ്ഫർ ചെയ്തു. പക്ഷേ നമ്മൾ ഒരു കേന്ദ്ര സർവീസിൽ ജോയിൻ ചെയ്താൽ നമ്മൾ വീട്ടിനടുത്ത് ജോലി ചെയ്യാൻ ആർക്കും എഴുതി കൊടുക്കരുത്, പെട്ടിയെടുത്ത് റെഡിയാക്കി വെച്ചോണം.
അതേസമയം ഞാനൊരു സ്റ്റേഷൻ ഡയറക്ടറെ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അയാൾ അവിടുത്തെ ഒരു കേന്ദ്രമന്ത്രിയുമായിട്ട് എൻ്റെ മുന്നിൽ വെച്ച ഡയറക്ടർ അയാൾ ഉടക്കിയപ്പോൾ സാറിൻ്റെ ട്രാൻസ്ഫർ മിക്കവാറും ഇപ്പോൾ വരുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ അയാൾ എന്നെ ഒരു ബ്രീഫ് കേസ് എടുത്ത് കാണിച്ചു. ഞാൻ പോകാത്ത 2 നിലയങ്ങളുള്ളൂ, അതൊന്നും ഇതായിരുന്നു, ഒരെണ്ണം കൂടെ ഉള്ളൂ കാശ്മീരിൽ, അവിടെ പോകാനായിട്ടുള്ള പെട്ടി ചെയ്തെന്ന് പറഞ്ഞു. അങ്ങനെ ഒരാൾ തീരുമാനിച്ചു വെച്ചാൽ അയാളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് നമുക്ക് ബോധം ഉണ്ടാകണം, പക്ഷേ അതൊരു ലൈസൻസാക്കി നമ്മൾ എടുക്കരുത്. അത്രയേ ഉള്ളൂ. ഗുഡ് മോർണിംഗ് സാർ. സാർ എൻ്റെ പേര് ഏഞ്ചലോ. സാർ എൻ്റെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, സാർ 40 ഇയേഴ്സായിട്ട് ഈ മീഡിയ വേൾഡിൽ ഭയങ്കര ആക്റ്റീവല്ലോ. അപ്പോൾ സാറിന് കുറേ വർക്ക് പ്രഷറും സ്ട്രെസ്സും ഒക്കെ അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടാകാം. അപ്പോൾ എങ്ങനെയാണ് സാർ അതൊക്കെ തരണം ചെയ്തത്? കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ജനറേഷന് പ്രഷറും സ്ട്രെസ്സൊന്നും അങ്ങനെ താങ്ങാൻ പറ്റാറില്ലല്ലോ. അല്ല, അതെന്താണെന്നറിയാമോ, ഞാൻ പറഞ്ഞ നമുക്കങ്ങനെ ഈ വർക്ക് പ്രഷറും എല്ലാവർക്കും ഉണ്ടാകുന്നേ, അതിൻ്റെ തീവ്രത ഏറിയും കുറയും ചെയ്ത് മാത്രമല്ല. നിങ്ങളിപ്പോൾ കുട്ടിയായിട്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ രീതിയിലുള്ള പ്രഷറാണെങ്കിൽ നമുക്ക് വേറൊരു പ്രഷറായിരിക്കും. ഇപ്പോൾ വിജയകുമാറിൻ്റെ പ്രഷറുണ്ടാവും, പ്രവീതയുടെ പ്രഷറുണ്ടാവും. പക്ഷേ നമ്മൾ ഈ പ്രഷർ താങ്ങുന്ന സമയത്ത് ഭയങ്കര പ്രഷർ നമുക്ക് ഉണ്ടെന്ന് തോന്നുമ്പോൾ നമ്മുടെ ശ്രദ്ധ അങ്ങ് മാറ്റിയേക്കുക, വേറെ എന്തെങ്കിലുമൊക്കെ ഒരു ശ്രദ്ധിക്കാൻ നമ്മൾ ശ്രമിക്കുക. ഒന്നുമില്ലെങ്കിൽ നമ്മളിപ്പം ഏറ്റവും നമ്മളെ പിടിച്ചു നിർത്താൻ പറ്റുന്ന ഒരു സിനിമയും കാണുക, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും യൂട്യൂബിൽ പോയി അതിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക. നമ്മൾ അറിയത്തില്ല ഇത്. അപ്പോൾ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, നിങ്ങൾ ചെറുപ്രായമാണ്. അപ്പോൾ നിങ്ങൾ ഈ ചെറുപ്രായത്തിൽ ഒരുപാട് പ്രഷർ നിങ്ങൾ തലയിലെടുക്കരുത്. പിന്നെ നമ്മൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഈ പ്രഷർ കയറുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിജയത്തെ മാത്രമേ സ്വീകരിക്കൂ, പരാജയം നമുക്ക് താല്പര്യമില്ല. അപ്പോൾ നിങ്ങൾ എൻട്രൻസ് എഴുതുന്ന സമയത്ത് ആദ്യത്തെ 10 റാങ്കിനുള്ളിൽ ഞാൻ ഉണ്ടാകും, വീട്ടുകാരോടെല്ലാം പറയും. അതുപോലെ അബദ്ധമില്ല. കാരണം ഞാൻ എൻ്റെ നാട്ടിൽ കൂടെ ഒരു ഡിസ്ട്രിക്ട് കളക്ടർ ഇങ്ങനെ കൊടിവെച്ച കാറിൽ പറന്നു പോകുമ്പോഴാണ് ഞാൻ വിചാരിച്ചു ഇയാൾ എൻ്റെ ദേഹത്ത് ചെളി തെറിപ്പിച്ച് കടന്നുപോയി. ഒരുപാട് ചേറ് തെറിച്ചപ്പം ഞാനും സിവിൽ സർവീസ് എഴുതി എവനെ പോലെ കളക്ടറായി റോഡേ പോകുന്നു. എവിടെ പുള്ളി കളക്ടറായി പോയി, ഞാനവിടെ താഴെ കിടന്നു. അപ്പോൾ ഇത് നമ്മൾ പിന്നെ അതിൻ്റെ പിന്നാലെ കളക്ടറായില്ലല്ലോ എന്നും പറഞ്ഞ് ടെൻഷൻ നടന്നു കഴിഞ്ഞാൽ ജീവിതം എങ്ങും എത്തത്തില്ല. അപ്പം നിങ്ങളെപ്പോഴെങ്കിലും ഇപ്പം നമ്മൾ ആലോചിച്ച് നോക്കുക, ഇപ്പോൾ ഗാന്ധിജി ദണ്ഡി യാത്ര നടത്തുന്നതിൻ്റെ വിഷ്വൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം. ഗാന്ധി ഇങ്ങനെ പോകുന്നത്, ആ പ്രായമായ മനുഷ്യൻ എന്ന് വെച്ചാൽ ഭയങ്കര ചടുലമായിട്ടാണ് ഗാന്ധിജി സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവരുടെ വർക്ക് പ്രഷർ എത്ര കൂടുതലായിരിക്കും. അപ്പം നമ്മുടെ ഇതൊക്കെ നമ്മുടെ ശ്രീബുദ്ധൻ പറയുന്നത് തന്നെ നല്ലത്. അതായത് നമ്മൾ ഒരുപാട് മോഹിക്കാതിരിക്കുക. ഒത്തിരി മോഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടെൻഷൻ ഉണ്ടാവും. അപ്പം നമ്മൾ വലിയ മനുഷ്യരുടെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പം ഈ ടെൻഷൻ കടക്കാൻ പറ്റും. പിന്നെ ടെൻഷൻ അടിക്കാൻ വേണ്ടി നിങ്ങൾ ജീവിക്കേണ്ട കാര്യമില്ലല്ലോ, അതിൻ്റെ ആവശ്യമില്ല. മാത്രമല്ല നമ്മൾ ഈ വെറുതെ ഉയരങ്ങളിങ്ങനെ നമ്മൾ അധ്വാനിച്ച ഒരു സ്ഥലത്തെത്തും. അധ്വാനമില്ലാതെ നമ്മളിരുന്നാൽ നമ്മളെങ്ങും എത്തത്തുമില്ല. നമ്മൾ മിക്കവാറും ഏതെങ്കിലും ആശുപത്രി സെല്ലിലായിരിക്കും. ഓക്കെ, അങ്ങനെ ആവണമെന്നല്ല കേട്ടോ. നോ നെഗറ്റീവ് ഇമ്പാക്റ്റ്. നമസ്കാരം സാർ. നമസ്കാരം. മുഹമ്മദ് ഷിഫാൻ കെ എന്നാണ്. എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ആസ് ഓഫ് 2025 മീഡിയയ്ക്ക് ഏറ്റവും കൂടുതൽ ബാക്ക്ലാഷ് വരുന്ന ഒരു കാലം കൂടിയാണ്. അപ്പോൾ സാറിന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ സാറിൻ്റെ പ്രവർത്തനം അല്ലെങ്കിൽ സാറിൻ്റെ സേവനം എനിക്ക് ഫുള്ളി ചെയ്യാൻ കഴിയുന്നുണ്ടോ, അതോ സാറിന് റിഗ്രറ്റ് അടിക്കാറുണ്ടോ എപ്പോഴെങ്കിലും? ഇല്ല, നമ്മളിപ്പോൾ എന്താ പറയുമോ, ഞാനിപ്പോൾ പ്രധാനമായിട്ടും കണ്ടൻറ്റ് രംഗത്താണ് പ്രവർത്തിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഈ കണ്ടൻറ്റ് കാലഹരണപ്പെട്ടു പോകുന്നൊരു സാധനമല്ല. കണ്ടൻറ്റ് ഉണ്ടാക്കുന്ന പ്ലാറ്റ്ഫോം മാത്രമേ മാറത്തുള്ളൂ. ഇപ്പോൾ എൻ്റെ അടുത്ത് ഏഷ്യാനെറ്റൊക്കെ ജോലി ചെയ്യുമ്പം ആൾക്കാർ പറയുമായിരുന്നു, ഇനി ഒരു 5 വർഷം കൂടെയൊക്കെ TV കാണും, അത് കഴിഞ്ഞാൽ ആൾക്കാർ വേറെ എന്തെങ്കിലും സംഭവമായിരിക്കും. ഇത് കേട്ടിട്ട് ഇപ്പോൾ 20 വർഷമായി. അപ്പം അങ്ങനെയൊന്നും പെട്ടെന്ന് മാറത്തൊന്നുമില്ല. പിന്നെ ഇപ്പോൾ ഉള്ളൊരു സംഭവം എന്ന് വെച്ചാൽ ഓരോരുത്തരും ഓരോ പ്രക്ഷേപകനാണ്. ഇപ്പം നമുക്കറിയാമല്ലോ, ഒരു 5.25 ലക്ഷം യൂട്യൂബ് ബ്ലോഗേഴ്സ് കേരളത്തിലുണ്ട്. ഇന്ത്യയിൽ ആകെ 7.25 ലക്ഷമേ ഉള്ളൂ, അത് 5.25 ലക്ഷം കേരളത്തിലാണ്. ഏറ്റവും കൂടുതൽ MDMA വിൽക്കുന്ന സ്ഥലവും കേരളമാണ്, എല്ലാം കേരളത്തിലാണ് ഫസ്റ്റ് പ്രൈസ്. അപ്പോൾ ഈ 5.25 ലക്ഷം ആൾക്കാർ എല്ലാം ഇപ്പം പ്രക്ഷേപകരാണ്. നമ്മൾ വഴിയിലെ കാണുന്നവരോട് ചോദിച്ചാൽ എന്താ ജോലി, ഞാൻ ചാനൽ നടത്തുക. പിന്നെ നമ്മളൊന്നും മിണ്ടത്തില്ല, നമ്മളെവിടെയെന്ന് പറയാൻ പോകുന്നില്ല. ഒരു കംപ്ലീറ്റ് യൂട്യൂബാണ്. അപ്പം ഇറങ്ങി നമ്മുടെ ഈ കാളെ കെട്ടിയിരുന്ന കന്നുകാലിപ്പുരയിലോട്ട് നിന്ന് കാളയും ചാരി നിന്ന് ഈ കാള എന്ന് പറയുന്നത് അതിനുണ്ട് 5 ലക്ഷം വ്യൂവേഴ്സ്. അപ്പോൾ ഇതിനകത്ത് കാലം അങ്ങനെയാണ്, നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങളൊക്കെ വിചാരിക്കും ഈ യൂട്യൂബേഴ്സ് എല്ലാം കൂടി ഇങ്ങനെ ഇറങ്ങിയാൽ ഞങ്ങളുടെയൊക്കെ പണി പോകത്തില്ലേ. അപ്പോൾ നമ്മൾ വേറെ പണി കണ്ടുപിടിക്കും. നമ്മൾ ഒറ്റ കാര്യം നിങ്ങൾ ചെയ്താൽ മതി, നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, അത്രയേ ഉള്ളൂ. നമ്മളിപ്പോൾ ഞാനൊക്കെ തുടങ്ങുമ്പോൾ നമ്മുടെ ഫോൺ ഇത്രയും നീളം ഉണ്ടായിരുന്നു. BPLൻ്റെ ആദ്യത്തെ ഫോൺ നിലത്തിൽ, പിന്നെ അത് കഴിഞ്ഞപ്പം ഈ ബ്ലാക്ക്ബെറി വന്നു, പിന്നെ നോക്കിയ വന്നു. നോക്കിയക്കകത്ത് നിങ്ങൾക്ക് വേണ്ടുന്ന സാധനമില്ല, വാട്സപ്പ് ഇല്ല. അപ്പോൾ അത് കഴിഞ്ഞിപ്പോൾ വാട്സപ്പ് എല്ലാവരും ഉള്ളതാണ്. ഇതിനകത്ത് 5% പോലും എനിക്കറിയത്തില്ല ഈ ഫോണിലുള്ള സംഭവം. ഇതിനകത്ത് എല്ലാം ചെയ്യാമെന്നാണ് പറയുന്നത്. വേണമെങ്കിൽ ഇതിനകത്ത് ഞാൻ കുത്തി നമ്മുടെ വിജയകുമാറിനെ ഷൂട്ട് ചെയ്യാനൊരു മെസ്സേജ് വേണമെങ്കിൽ അയക്കാം. പക്ഷേ ഞാനതൊന്നും ചെയ്യത്തില്ല, നല്ല മനുഷ്യല്ലേ. ഓക്കെ, അപ്പോൾ എല്ലാം അങ്ങനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, അത്രയേ ഉള്ളൂ. അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഔട്ടാവത്തില്ല. പിന്നെ ഒറ്റ കാര്യമേ ഉള്ളൂ, കഠിനാധ്വാനം ചെയ്യുന്ന ഒരു മനുഷ്യനെ ഒരാൾക്കും പരാജയപ്പെടുത്താൻ പറ്റില്ല.
അതാണ് ഫാക്ട്. ഗുഡ് ആഫ്റ്റർനൂൺ സർ. നമസ്കാരം. എൻ്റെ പേര് ആമിൽ. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, സാർ ഇപ്പോൾ ഒരു 40 years ആയിട്ട് ഈ ഫീൽഡുണ്ടല്ലോ ജേർണലിസ്റ്റിൽ. സോ വിച്ച് ഇസ് ദ ഇൻ്റർവ്യൂ സാറിനെ ഏറ്റവും എഫക്റ്റ് ചെയ്തേക്കുന്ന ഒരു ഇൻ്റർവ്യൂ, ഇതൊരു ഇൻ്റർവ്യൂ നടത്തിയല്ലോ ഏറ്റവും കൂടുതൽ സാറിന് ഫീൽ ആയിക്കൊരു ഇൻ്റർവ്യൂ ചെയ്തായിരിക്കും? ഇൻ്റർവ്യൂ ചെയ്യണമെന്നാണ് താങ്കൾ പറയുന്നത്? അങ്ങനെ എന്നോട് നടത്തിയതോ Yeah. അതോ നടത്തിയതോ? നടത്തിയേക്കുന്നത് സാർ നടത്തിയേക്കുന്നില്ല. ഞാൻ പക്ഷേ എൻ്റെ മനസ്സിനെ ഏറ്റവും സ്വാധീനിച്ച ഒരു കാര്യം തന്നെ ഞാൻ പറയാം. കാര്യം ഞാൻ ഈ ഒരുപാട് കാലം ഈ ടോക്ക് ഷോ ആണ് ചെയ്തിരുന്നത്. കേരളത്തിലെ ആദ്യത്തെ ടോക്ക് ഷോ ആയിരുന്നു നമ്മൾ തമ്മിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടോക്ക് ഷോ നടത്തിയിരുന്നപ്പോൾ എനിക്കൊരിക്കൽ വലിയൊരു അബദ്ധം പറ്റി. നമ്മൾ പലപ്പോഴും ഈ പരിപാടികളുടെ തയ്യാറാക്കുന്നതിനിടയിലും അവതരണത്തിലുമൊക്കെ പിഴവുകൾ പറ്റും. ചില പിഴവുകളൊക്കെ നമ്മളെ ജീവിതത്തിലുടനീളം വേട്ടയാടും. കോഴിക്കോട് നിന്ന് ഒരു ബിന്ദു എന്ന് പറഞ്ഞിട്ടൊരു ലേഡി ഒരിക്കൽ ഒരു ടോക്ക് ഷോയിൽ പങ്കെടുത്തു. അപ്പോൾ ഈ ലേഡി അന്ന് HIV എന്ന് പറയുന്നത് കേരളത്തിൽ ഏറ്റവും വലിയ പേടിപ്പിക്കുന്ന സാധനമാണ്. HIV പോസിറ്റീവായി എന്ന് പറഞ്ഞാൽ പിന്നെ കഴിഞ്ഞു, ആരും പിന്നെ നമ്മോട് സംസാരിക്കത്ത് പോലുമില്ല. അപ്പം ഈ സഹോദരി എന്നോട് പറഞ്ഞു, സാധാരണ നമ്മൾ അന്ന് HIV പേഷ്യൻസിനെയൊക്കെ നമ്മൾ മുഖം മറച്ചാണ് കാണിക്കുന്നത്. ഇവർ പറഞ്ഞു, എൻ്റെ മുഖമൊന്നും മറയ്ക്കണ്ട, ഇനിയിപ്പോൾ എന്തോ വരാനാ സാറേ, ഈ അസുഖമൊക്കെ വന്നു കഴിഞ്ഞു, ഇന്നോ നാലെയോ ചാക്കാല വരും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് അന്നത്തെ ചെറുപ്പത്തിൻ്റെ വിവരക്കെടിൻ്റെ കൂടുതലുമുണ്ട്, അവരുടെ മുഖം മറയ്ക്കാതെ അങ്ങ് വിട്ടു. അപ്പോൾ മുഖം മറയ്ക്കാതെ വിട്ടു. ഇത് അന്ന് ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞാൽ അന്ന് കേബിൾ ടെലിവിഷൻ എന്ന് പറഞ്ഞാൽ ഏഷ്യാനെറ്റാണ്, അത്ര കൂടുതൽ സ്വാധീനമുണ്ട്. അപ്പോൾ ഇത് ടെലികാസ്റ്റ് ചെയ്തതോടെ ഇവർ യഥാർത്ഥത്തിൽ ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സുകാരൻ്റെ ഭാര്യയായിരുന്നു അവർ. അയാൾ മുംബൈയിൽ എവിടെ ബിസിനസ് നടത്താൻ പോകുമ്പോൾ ഇങ്ങനെയുള്ള ഏതോ റെഡ് സ്ട്രീറ്റിൽ എവിടെയൊക്കെ പോയി ഇയാൾക്കാണ് ശരിക്കും HIV ബാധ ഉണ്ടായത്. ഇയാളിൽ നിന്നാണ് പാവം ഈ സ്ത്രീക്ക് ലഭിച്ചത് ഇത്. അപ്പോൾ ഇവർ വലിയൊരു തറവാട്ടിലായിരുന്നു. എനിക്കത് അറിയില്ലായിരുന്നു. അപ്പോൾ ഈ തറവാട്ടിൽ നിന്ന് സംഘമായിട്ട് തറവാട്ടിലുള്ളവരുടെ ബന്ധുക്കളെല്ലാം വന്ന് ഇവരെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട് എല്ലാം നഷ്ടപ്പെട്ടു. ഇവർക്കൊരു കുട്ടിയുണ്ട്. അപ്പോൾ ഇവർ ഈ കുട്ടിയുടെ കൈ പിടിച്ച് നമ്മുടെ എറണാകുളത്തെ ഒരു ഹോട്ടലിൻ്റെ ഒരു ഇൻ്റർനാഷണൽ ഹോട്ടലിൻ്റെ വരാന്തയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ ആ ഹോട്ടലിൽ താമസിക്കാനായിട്ട് വരികയാണ്. അപ്പോൾ ഞാൻ ഈ സ്ത്രീയെ കണ്ടുകൊണ്ട് ഈ പ്രോഗ്രാമൊക്കെ പോയല്ലോ, എങ്ങനെയുണ്ട് റിയാക്ഷൻസ് എന്ന് അറിയാം എന്ന് വിചാരിച്ച് ഞാൻ അവിടെ കാറിലിറങ്ങി ഈ സ്ത്രീയുടെ അടുത്തോട്ട് ചെന്നപ്പം ഈ സ്ത്രീ പൊട്ടി അങ്ങ് കരഞ്ഞു. അപ്പം ഞാൻ എന്താ കരയുന്നതെന്ന് ചോദിച്ചു. എനിക്കെല്ലാം നഷ്ടമായി സാറേ എന്ന് പറഞ്ഞു. ഞാൻ എന്ന് വെച്ചാൽ എനിക്ക് ഇനിയിപ്പോൾ ജീവിക്കാൻ പറ്റില്ല, ഞാൻ ഇനി മരിക്കണോ ജീവിക്കണോ എന്ന് ആഗ്രഹിച്ച് ഇവിടെ ഇങ്ങനെ കുറച്ച് നേരമായിട്ട് നിൽക്കുക, അപ്പോഴാണ് താങ്കൾ എൻ്റെ കണ്ണിൽ പെട്ടതെന്ന് പറഞ്ഞു. അപ്പോഴാണ് അവർക്ക് ആർക്കും അറിയില്ലായിരുന്നു ഇവർക്ക് HIV ഉണ്ടെന്ന്. ആ വീട്ടിലെ ആർക്കും അറിയില്ലായിരുന്നു, അവരുടെ ബന്ധുക്കൾക്കും അറിയില്ലായിരുന്നു. അപ്പോൾ ഇവർക്ക് HIV ഉണ്ട് എന്നറിഞ്ഞതോടെ അവർക്കെല്ലാം നഷ്ടപ്പെട്ടു. ഞാൻ പിന്നെ അവരോട് ഒരുപാട് ഓഫറൊക്കെ പറഞ്ഞു, വേണമെങ്കിൽ വീട് വെച്ച് തരാം, താമസിക്കാൻ സ്ഥലം ഏർപ്പാട് ചെയ്ത് തരാം. പക്ഷേ അതൊന്നും സ്വീകരിക്കാൻ അവർ തയ്യാറല്ലായിരുന്നു. ഇനി ഈ കുട്ടിയെ എവിടെയെങ്കിലും എനിക്കൊന്ന് ഏൽപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് ഈ സ്ത്രീ എന്നോട് വളരെ സന്തോഷമായിട്ട്, എനിക്കിപ്പോഴും മനസ്സിലാകാത്ത ഒരു പെരുമാറ്റമായിരുന്നു ആ സ്ത്രീയുടേത്. അവർ ഒന്നും വിഷമിക്കേണ്ട, ഞാൻ തന്നെ തീരുമാനിച്ചതാണല്ലോ മുഖം മറക്കേണ്ടത്, അവർ കടന്നുപോയി. ആ സ്ത്രീയുമായി നടത്തിയ അഭിമുഖമാണ് ഒരു കുറ്റബോധം പോലെ എൻ്റെ പിന്നാലെ എന്നും ഉണ്ടത്. അപ്പോൾ പിന്നീട് ഞാൻ ആ സ്ത്രീയെ കണ്ടിട്ടില്ല. പക്ഷേ ഞാൻ ഓരോ സ്ത്രീയെയും കാണുമ്പോൾ, എറണാകുളത്ത് പ്രത്യേകിച്ചും കാണുമ്പോൾ ഞാനിങ്ങനെ അറിയാതെ നോക്കിപ്പോകും അത് ബിന്ദു ആയിരിക്കുമോ എന്നുള്ളത്. കാരണം ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് അവർ മരിച്ചു പോയിട്ടുണ്ടാവും, കാര്യം അത്ര സീരിയസ് ആയിരുന്നു അവരുടെ രോഗം എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ചിലപ്പോൾ എവിടെയെങ്കിലും ആ പാവം കുഞ്ഞ് വളരുന്നുണ്ടാകും. കാരണം അവരുടെ ഭാഗ്യത്തിന് ആ കുട്ടിക്ക് HIV പോസിറ്റീവ് ആയിരുന്നില്ല. ഇതൊന്നും നിങ്ങൾ മനസ്സിൽ കൊണ്ടു കിടക്കരുത്. ആരെങ്കിലും കാണുമ്പോൾ ഇതൊക്കെ വെച്ച് നോക്കിക്കളയരുത്. ഹലോ സാർ, ഞാൻ ആൽവിൻ ആണ്. സർ മൈ ഡൗട്ട് ഇസ്, സർ ഇനിയും ക്യാമ്പയിൻസ് ഒക്കെ നടത്തുന്നുണ്ടല്ലോ വേരിയസ് ഡിഫറെൻറ്റ് ഡിസ്ട്രിക്ട്സിലൊക്കെ. സർ എപ്പോഴെങ്കിലും ഹാവ് യു തോട്ട് അബൌട്ട് ഇൻക്ലൂഡിങ് ഫോർമർ ഡ്രഗ് അഡിക്റ്റ് അല്ലെങ്കിൽ ഫോർമറായിട്ട് മുമ്പൊരു ലഹരിയിൽ അണ്ടർ ദി ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള ഒരാൾ, സോ ദാറ്റ് ദേ കൻ ഷെയർ ദെയർ എക്സ്പീരിയൻസസ് ത്രൂ ദിസ് ക്യാമ്പയിൻ? അല്ല, നമ്മൾ ശരിക്കും ഞാൻ ഈ അഡിക്ഷൻ സെൻറ്ററിൽ ഞാനിവരെ കണ്ടിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ ഉള്ള യാത്രയിൽ നമ്മളൊരു ആശുപത്രിയുടെ വാർഡിൽ പോയിരുന്നു. എസ്പെഷ്യലി സൈക്കിക് പേഷ്യൻസ് കഴിയുന്ന ഒരു വാർഡിൽ പോയപ്പോൾ അടുത്ത വാർഡിൽ ഈ MDMA പോലുള്ള രാസലഹരി ഉപയോഗിച്ച് ആൾക്കാരെ പ്രവേശിപ്പിച്ച ആശുപത്രിയാണത്. പക്ഷേ ഞാൻ അവരെ കാണാൻ എന്തുകൊണ്ട് തയ്യാറായില്ല. കാരണം ഈ അഡിക്ഷൻ സെൻറ്ററിലുള്ള ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ താങ്കൾ അറിയുന്നതിനേക്കാളും ഈ മനോരോഗം ബാധിച്ച ആൾക്കാരെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ചില മനോരോഗാലയങ്ങളിലൊക്കെ തന്നെ ചില പേഷ്യൻസിൻ്റെ ബൈസ്റ്റാൻഡറായിട്ടൊക്കെ ഞാൻ പോയിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ഒരു ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു റേഡിയോ ഡോക്യുമെൻ്ററി ചെയ്തിട്ടുണ്ട് ഞാൻ, നിരാലംബതയുടെ തീക്കണ്ണെന്ന് പറഞ്ഞിട്ട് ഈ മനോരോഗാലയത്തിൽ പെട്ടുപോകുന്ന പാവരോഗികളെക്കുറിച്ചുള്ള ഒരു സംഭവം. ആ ഒരു ഡോക്യുമെൻ്ററി എടുക്കാനായിട്ട് ഞാൻ ഏതാണ്ട് ഒരു 7 ദിവസം തുടർച്ചയായിട്ടൊരു
മനോരോഗാലയത്തിൻ്റെ അകത്ത് പോയിട്ടുണ്ട് കുറേ മണിക്കൂർ. അപ്പോൾ അതുകൊണ്ട് ഇത്തരം ചിത്തരോഗികളെ നമ്മൾ വിളിക്കുന്ന ഇവരുടെ പ്രകടനങ്ങൾ നന്നായിട്ട് അറിയാം. അതിനേക്കാളും അപകടം പിടിച്ചതാണ് ഈ നമ്മുടെ ഈ സിന്തറ്റിക് ലഹരി കഴിക്കുന്ന ആളുകളെന്ന് അറിഞ്ഞപ്പോഴാണ് ഈ അൾട്ടിമേറ്റ് വാർ നടത്തണം എന്ന് നമ്മൾ തീരുമാനിച്ചത്. അപ്പോൾ നമ്മളിനിയും തീർച്ചയായിട്ടും ഡി അഡിക്ഷൻ സെൻ്ററിൽ നമ്മൾ പോകും. കാരണം നമ്മുടെ അനുതാപവും സഹതാപവും വേണ്ടവരാണ് അവർ. കാരണം അവർ മനഃപൂർവ്വം അവരെ കൂടി നമ്മൾ പ്രതികാരം ചെയ്തിട്ട് കാര്യമില്ല. ഇതൊക്കെ ലഭ്യമാക്കി കൊടുക്കുന്ന ഒരു സാമൂഹിക സംവിധാനം നമ്മുടെ നാട്ടിൽ ഉള്ളത് കൊണ്ടാണ് ഇവർക്കൊക്കെ ഇത് കിട്ടുന്നത്. ഇപ്പോൾ ലഭ്യമല്ലെങ്കിൽ ഇതൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ. നമുക്കിത് കടയിൽ പീടികയിലൊക്കെ എടുത്തു വെച്ചിരിക്കുന്ന പോലെ വെച്ചിരിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇതിനകത്ത് ഇത് കൊണ്ടു കൊടുക്കുന്ന അതിനിടയ്ക്ക് വിജയൻ പറയുന്നുണ്ടായിരുന്നു, ഇത് ഉപയോഗിക്കാത്ത ആളുകളും ഇതിൻ്റെ കച്ചവടക്കാരാണ്. അവർ നല്ല പാലും ഒക്കെ കുടിച്ചുകൊണ്ട് നാട്ടുകാർക്ക് ഇത് കൊടുക്കുന്നുണ്ട്. കാര്യം പണം ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു സംഭവം ഒരു തലമുറയെ നശിപ്പിക്കാനുള്ള തന്ത്രമാണ്. അപ്പം നമ്മൾ അങ്ങനെയുള്ളവരെ കാണും. പിന്നെ ഈ ഡി അഡിക്ഷൻ സെൻ്ററുകൾ കേരളത്തിൽ ഒരുപാട് വേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്കിനി അടുത്ത സ്ഥലത്തേക്ക് നീങ്ങണം അല്ലേ? വേണം. അപ്പോൾ നമുക്കൊരു പ്രതിജ്ഞ എടുക്കണം. അപ്പോൾ നിങ്ങളെല്ലാവരും എഴുന്നേറ്റ് കൈ ഇങ്ങനെ മുന്നോട്ട് നിങ്ങളുടെ ഒരു ഞാൻ പറയുന്ന ചോര കിനിയുന്ന ആത്മാർത്ഥത എന്നാണ് പറയുന്നത്, രക്തം കിനിയുന്ന ആത്മാർത്ഥതയിൽ. കാര്യം നമുക്ക് ഈ മണ്ണിൽ ജീവിക്കണ്ടേ? ബാക്കിയെല്ലാം നിങ്ങൾ മറന്നു കളയുക. ഒരു പ്രാർത്ഥനാ നിർഭരമായ മനസ്സിൽ വേണം നിങ്ങൾ ഈ പ്രതിജ്ഞ ചൊല്ലാൻ. എന്റെ കേരളം, എന്റെ കേരളം എനിക്കെന്നും അഭിമാനം, എനിക്കെന്നും അഭിമാനം. സമൂഹത്തിലെ ദുഷ്പ്രവണതകൾ എന്നെ ആശങ്കപ്പെടുത്തുന്നു. മദ്യവും മയക്കുമരുന്നും കുട്ടികളെ പോലും ഇരയാക്കുന്നു. നിരപരാധികൾ ലഹരി വലയിൽ ബലിയാടാകുന്നു. ലഹരി മാഫിയയുടെ വ്യാപനം ഞാൻ അറിയുന്നുണ്ട്. ഹോസ്റ്റൽ മുറികൾ ലഹരി സംഭരണ കേന്ദ്രമാകുന്നു. പ്രത്യക്ഷമായോ പരോക്ഷമായോ ലഹരി മരുന്ന് പ്രോത്സാഹിപ്പിക്കില്ലെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. സമൂഹത്തെ മുറിവേൽപ്പിക്കുന്ന ലഹരി വ്യാപനം സർവശക്തിയുമെടുത്ത് തടയുമെന്നും പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ. Thank you. അപ്പോൾ താങ്ക്സ് എ ലോട്ട്. അപ്പോൾ ഇതിവിടെ ഓഫീസിൽ വെക്കാൻ വേണ്ടിയാണ്. അത് തിരിച്ചാണോ ഞാൻ തന്നെ? ഓക്കെ. സാറിൻ്റെ ഈ ഒരു വിലയേറിയ ടൈമും സാറിൻ്റെ ടീമിൻ്റെയും വിലയേറിയ ടൈം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതിൽ വളരെയധികം നന്ദി പ്രത്യാശിക്കുന്നു. അതുമാത്രമല്ല, ദ തിങ് ഈസ് ഹി ഹാസ് ഗോട്ട് എ വെരി ഗുഡ് സോൾ ആൻഡ് എ മൈൻഡ്. കാരണം പലരും ലൈഫിൽ വലിയൊരു പൊസിഷനിലോട്ട് എത്തിക്കഴിഞ്ഞ് ദേ ഫോർഗെറ്റ് അബൌട്ട് ഗിവിങ് ബാക്ക് ടു ദ സൊസൈറ്റി. പലരും സൊസൈറ്റിയിൽ നിന്ന് എടുക്കാനാണ് നോക്കുന്നത്. ബട്ട് വാട്ട് ഹി ഹാസ് ഡൺ ഇസ് ഹി ഹാസ് എൻഷുർഡ് ദാറ്റ് ഹി നീഡ്സ് ടു ഗിവ് ബാക്ക് ടു ദ സൊസൈറ്റി ബൈ സ്പെൻഡിങ് ടൈം വിത്ത് യു, ബൈ എഡ്യൂക്കേറ്റിംഗ് യു ഗൈസ്. ഇതേപോലെ നിങ്ങൾ ഓരോരുത്തർക്കും സൊസൈറ്റിയിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. യു മൈറ്റ് ആസ്ക്, സർ എനിക്ക് അതിനുള്ള ഇൻഫ്ലുവൻസ് ഇല്ല സൊസൈറ്റിയിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ. ബട്ട് വാട്ട് ഐ ഹാവ് ടു സേ ഇസ് യെസ്, ഫ്രം ദിസ് മെസ്സേജ് വാട്ട് ഐ ലേൺഡ് ഇസ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും ബൈ സേയിങ് നോ. കാരണം കൺസംഷൻ നമ്മൾ സ്റ്റോപ്പ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി സപ്ലൈ നിൽക്കും. ആസ് ലോങ് ആസ് ദർ ഇസ് കൺസംഷൻ ഫോർ ഓൾ ദീസ് മാറ്റേഴ്സ്, സപ്ലൈ എങ്ങനെയെങ്കിലും സൊസൈറ്റിയിൽ കണ്ടുവരും. അപ്പം നിങ്ങൾ നോ പറയാൻ പഠിക്കണം. പിയർ പ്രഷർ എത്ര ആയിക്കോട്ടെ, അത് കൂളല്ല, ആറ്റിറ്റ്യൂഡിന് മാച്ച് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാലും ബി കോൺഫിഡൻറ്റ്, ബി സ്ട്രോങ് ഇനഫ് ടു സേ നോ. ആ വൈറ്റമിൻ എൻ എന്താണ് നമ്മൾ പറയാൻ പഠിക്കണം. സോ സേയിങ് നോ ഇസ് ദ വേ യു ക്യാൻ കോൺട്രിബ്യൂട്ട് ടു ദ സൊസൈറ്റി. സോ താങ്ക് യു ഫോർ ദ വെരി മച്ച് ഇൻസ്പിറേഷണൽ വേർഡ്സ് ആൻഡ് എ പോസിറ്റീവ് ലൈറ്റ് ഫോർ ദ സൊസൈറ്റി. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു ഫോർ യുവർ ടൈം. ഇനി ഇവർക്കൊരു ചലഞ്ച്. നിങ്ങളുടെ ഇടയിൽ ആരോ ഒരാൾ ഒരു അൺക്വസ്റ്റ്യനബിൾ ലീഡറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഈ 500 കോടി രൂപ മോഹവിലയുള്ള ഈ 300 രൂപയുടെ കപ്പ് ഞാൻ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ആരാണ് ആ നേതാവ് എന്ന് നിങ്ങൾ തന്നെ പറയുക. നിങ്ങൾ ചൂസ് ചെയ്യണം. Come on, instantaneously. അമീമോ? തമീം. അപ്പോൾ എല്ലാവരും സമ്മതമാണോ? അമീം കൈയൊന്ന് പൊക്കിയേ. Please come on to the stage. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഈ മോഹവില എത്രയാ? 500 കോടി. മതിപ്പുവില എത്ര? 300 രൂപ. ഓക്കെ. അപ്പോൾ ഇവരെ എല്ലാം നയിച്ച് ലഹരിയിൽ നിന്ന് മുക്തമാക്കേണ്ട ജോലി ഞാൻ അങ്ങ് ഏൽപ്പിക്കുന്നു. അമീമിന് എത്ര വയസ്സ് പ്രായമുണ്ട്?
17 പറ്റുമോ? 17 എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നുണ്ട്. 17 എന്നെ കൊണ്ട് പറ്റും. 12 വയസ്സുകാരനെ കൊണ്ട് MDMA കുടിപ്പിക്കാമെങ്കിൽ അല്ലേ? തീർച്ചയായിട്ടും പറ്റും. വൈഷ്ണവി എവിടെയുണ്ട്? വൈഷ്ണവി, വൈഷ്ണവി നമ്മുടെ ഈ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ ഒരു മ്യൂസിക്കൽ റിയാലിറ്റി ഷോ ഉണ്ട്, നമ്മുടെ വളരെ പോപ്പുലറായിട്ടുള്ള ഷോയാണ്. വൈഷ്ണവി ഒളിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. വൈഷ്ണവി നല്ല പാട്ടുകാരിയാ. അപ്പം മോളെ സുഖമായിരിക്കുന്നോ? ഞങ്ങളുടെ പെറ്റായിരുന്നു ഇവള് കേട്ടോ. പിന്നെ അവള് പാടും. പാടിതൻ പാട്ടിൻ കല്ലോലിനി രാഗാർദ്രമാം ദിവ്യ കാവ്യാഞ്ജലി പാടിതൻ പാട്ടിൻ കല്ലോലിനി ദൂരെ നീലാംബരം കേൾക്കുന്നിതാ കാവ്യം ഏതോ പ്രേമോത്സവം കേൾക്കുന്നു പാരാഗവേ ഗാനം തൻ ചുണ്ടിലും മൂളുന്നു പൂന്തിന്നൽ ഞാനും ആനന്ദത്താൽ കേൾക്കുന്നു സൗകാവ്യം മോകം പൂവാടി മൂടും നിലാവൊളി ഭൂമിയിൽ എഴുതിയതാ പുതിയ കവിതകൾ സാനന്ദം പാടിതൻ പാട്ടിൻ കല്ലോലിനി. ഓക്കെ, ദാറ്റ് ഈസ് വൈഷ്ണവി. ഒരുപാട് കുടുംബ പ്രേക്ഷകർക്കൊക്കെ ആവശ്യമായിരുന്ന കുട്ടിയാണ് അത്. മോളിവിടെ ഏതിനാണ് പഠിക്കുന്നത്? നീറ്റ്. തീരുമാനിച്ചോ? ചുരുമറ ഗായികയുടെ ജീവിതം വേണ്ടെന്ന് വെച്ചോ? ഇതാദ്യം ഇങ്ങനെയും ലെവലെത്തുക, പിന്നെ പാട്ട് പാടാം അല്ലേ? ഓക്കെ, അപ്പോൾ ഉറങ്ങുമ്പോഴേ ഈ തൊപ്പി വെച്ചേക്കുക. ഓക്കെ, ശരി. ഓക്കെ മേഡം, താങ്ക് യു. അപ്പോൾ നമുക്കിനി നമുക്ക് പ്രവീൺ തന്നെ കണ്ടുപിടിച്ചു. ചോദ്യം ചോദിച്ചവർക്കെല്ലാം ഒരു തൊപ്പി കൊടുക്കുക. ചോദ്യം ചോദിച്ച എല്ലാവർക്കും. അതെ അതെ അതെ. അപ്പോൾ ഇവിടുന്ന് തുടങ്ങാം. ടീഷർട്ട് എത്രണ്ണമുണ്ട്? കഴിഞ്ഞോ? എല്ലാവരും കിട്ടിയല്ലേ? ഇനി ഇവിടെ ഏറ്റവും നല്ല സ്വഭാവ ഗുണമുള്ള ആരാണെന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചാൽ ടീഷർട്ട് കൊടുക്കുക. ഞാൻ നല്ല സ്വഭാവ ഗുണമുള്ള ഒരാളിനോട് ഇപ്പോൾ 10 ചോദ്യം ചോദിക്കും. അതിലൂടെ ആ ചോദ്യങ്ങൾ കടന്നാലേ താങ്കൾക്ക് വിജയിക്കാൻ പറ്റും. ചോദിക്കട്ടോ? ബോധക്കേട് വരുമോ? ഇല്ല, എങ്കിൽ പിന്നെ പിടിച്ചു. ഓക്കെ. അപ്പോൾ ഇനി ഏറ്റവും വലിയ മിടുക്കിയായ പെൺകുട്ടി ആരാ ഇവിടെ? മിടുക്കി. അത് സ്വന്തമായിട്ട് തിരഞ്ഞെടുക്കാം. ഇത് അപൂർവ അവസരമാണ്. അതാരാ അത്? അലീന ഫ്രാൻസിസ് എവിടെ? സ്ഥലം വിട്ടോ? ആ കൊച്ചും മിടിക്കാണ്. ധനുഷ ഇവിടെ ഉണ്ടോ? ധനുഷയാണോ? വരും മോളെ. ധനുഷ അങ്ങനെ കൊടുക്ക്. അല്ലല്ല. ഹായ് മോളെ. മോളുടെ വീട് എവിടെയാ? എൻ്റെ വീട് വടുതലയിൽ. മോളിതിട്ടോണം. ഇതിട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ടിലെ സിനിമ കണ്ട കണ്ണാടി പോലെ അല്ല ഇത്. ഇതിട്ട് കഴിഞ്ഞാൽ കുറച്ച് പഠിച്ചാൽ മതി. ഓക്കെ. അപ്പോൾ ഇനി ഏറ്റവും കൂടുതൽ സിനിമ കാണുന്ന ആരാ അവിടെ? പേരെന്താ? അതെ,
എന്തിനാന്നറിയ തന്നെ കുറച്ച് കണ്ടാൽ മതി, ബാക്കി പഠിക്കാനുണ്ടെന്ന്. കേട്ടില്ല, എന്താ പേര്? ഈസ. ഈതർ അല്ലേ? ഓക്കെ. പിന്നെ എന്നോട് എമ്പുരാൻ്റെ ചോദ്യം ചോദിച്ചാരാ? ഇനി ആ ചോദ്യം ചോദിക്കണ്ടേ? ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് ഒരു 10ാം ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിച്ചാരാണ് ഇവിടെ? അല്ലേ നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി. എത്ര മാർക്ക് ഉണ്ടായിരുന്നു മോളെ? ഓക്കെ ഓക്കെ ഓക്കെ. അത് എല്ലാവർക്കും അതായിരിക്കും. ഇനിയിപ്പോൾ 99% കിട്ടിയോ? +1 99% കിട്ടിയാലും ഉണ്ടോ? +1 മോളെ വന്നേ. എന്താ മോളുടെ പേര്? എവിടെ വീട്? അപ്പോൾ മോള് ഇതിട്ടാൽ കുറച്ച് പഠിച്ചാൽ മതി അല്ല? ഓക്കെ, താങ്ക് യു. അപ്പോൾ നമുക്കിനി വി ആർ മൂവിങ്. ഓക്കെ, താങ്ക് യു. നിങ്ങളുടെ ക്വസ്റ്റ്യൻസൊക്കെ നല്ല നിലവാരമുള്ളതായിരുന്നു. താങ്ക് യു. ഓക്കെ, കാണാം. ഓക്കെ. സൈലത്തിൻ്റെ ശരിക്കും എറണാകുളത്തിൻ്റെ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്ന 20-ാം തീയതി ആയിരുന്നു അല്ലേ? അതിനകത്ത് എനിക്ക് SK 40 വർഷം ആഘോഷിക്കുമ്പം സൈലം ഇനി ഒരു 40-50 വർഷം 60 വർഷം ഈ എറണാകുളത്ത് വളർന്ന് പന്തലിക്കും. അന്നേരം നിങ്ങളും ഒക്കെ ഇതുപോലെ 40 വർഷം ആഘോഷിക്കാൻ ഇവിടെ വരത്തില്ലേ? അപ്പോൾ ആ സമയത്ത് ഈ ഒരു വേർഡ് ഇനിയും പറയാൻ പാടില്ല. അന്ന് വരുന്നത് വേറൊരു പ്രോഗ്രാമിന് വേണ്ടി കാരണം. കാര്യം നമ്മൾ ലഹരി ഈ വർഷം കൊണ്ട് നിർത്തും, ഇല്ലേ? നിങ്ങൾ ചെല്ലുമ്പോൾ ഇതിൻ്റെ പുറകിന് പോവോ? ഓക്കെ, താങ്ക് യു ആൾ.